പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു നാടാകെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ ഈ ജാഥ തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ ജാഥയെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജാഥയുമായി മുന്നോട്ട് വരുന്നത്? കോൺഗ്രസും BJPയും ഒക്കെ പറഞ്ഞു, അനവസരത്തിലാണ് അവരൊരു ജാഥയുമായി ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതല്ലാതെ അവരുയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ പ്രസക്തി, അതിനെന്ത് പ്രസക്തിയാണുള്ളത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർത്തിയത് നമ്മൾ കണ്ടു. കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറിയും ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറഞ്ഞതും നിങ്ങൾ പത്രങ്ങളിലൂടെ വായിക്കുകയുണ്ടായി. വളരെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും ജാഥ നടത്തും. അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ജനവിരുദ്ധ നയങ്ങൾ വലിയ തോതിലാണ് ജനജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും അതിനെ നയിക്കുന്ന CPIയുമാണ്. നമ്മുടെ പരിമിതികളൊക്കെ നമുക്കറിയാം. പക്ഷെ ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ജനകീയ വിഷയങ്ങൾ എത്ര നന്നായിട്ടാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പൂർത്തിയായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവിതം മെച്ചമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികളുടെ നാട് കൂടിയാണ്. നമ്മൾ കരുതിയോ നമ്മുടെ നാടിന് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്നു? ഈ 75 വർഷം കഴിഞ്ഞിട്ടും ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകളുള്ള നാടാണ് ഇന്ത്യ. അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന 28 കോടി ആളുകൾ ഇന്നും ഇന്ത്യയിലുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ തന്നെ വെളിവാക്കുന്നു. പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരും കുഞ്ഞുങ്ങളും ഏറ്റവും കൂടുതലുള്ള നാടാണ് നമ്മുടെ നാട്. തൊഴിലിലെന്ന് പറഞ്ഞുവിടുന്ന ആളുകൾ 80% നാടാണ് നമ്മുടെ നാട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ നാടാണ് നമ്മുടെ നാട്. പക്ഷേ ആ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുവാൻ ഇന്നത്തെ ഇന്ത്യക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ 46 വർഷക്കാലത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ബിരുദവും മേൽബിരുദവും ഒക്കെ വാങ്ങി തൊഴിലില്ലാതെ അലയുന്ന ചെറുപ്പക്കാരെ കബളിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് ആ ചെറുപ്പക്കാരുടെ അവസ്ഥ കൺതുറന്ന് കാണുന്നുണ്ടോ? രാജ്യത്തിന്റെ രക്തഖനികളെന്ന് വിശേഷിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഈ രാജ്യത്ത് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊതുമേഖലയെ വിറ്റ് കാശ് വാങ്ങുന്നു. സാധാരണക്കാരായ മനുഷ്യർ ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ സ്ഥാനം 107 ഈ രാജ്യത്തെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടനയുള്ള രാജ്യം, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യം, ആ നാടിനെയാണ് ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സമർത്ഥമായി തന്നെ വർഗീയതയുടെ കാർഡിറക്കി അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭാഗം സാധാരണ ഗംഭീരമായി സ്വരാജാണ് സംസാരിക്കുന്നത്. സ്വരാജ് പ്രസംഗം വർഗീയ ശക്തികൾ അവരെ യഥേഷ്ടം ഭരണകൂടം തന്നെ നന്നായി ഉപയോഗിക്കുന്നു. ഹിന്ദുവും മുസൽമാനും സിഖുകാരും പാഴ്സികളും ജൈനരും ഒക്കെ ഒരമ്മ പറ്റ മക്കളെ പോലെയാണ് ഇന്ത്യയിൽ ജീവിച്ചിരുന്നതെങ്കിൽ ഇന്ന് അവരെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ പ്രദേശത്ത് ചെന്നാൽ ഒരു കാലത്ത് ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ തന്നെ
യേശുദേവനെ ആരാധിക്കുന്നവരും രാമനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നവരെ നമുക്ക് കാണാം. ഒരു വീട്ടിൽ തന്നെ 2 മുറിയിൽ 2 ഫോട്ടോ വെച്ച് ആരാധിക്കുമായിരുന്നെങ്കിൽ അതെല്ലാം ഇന്ന് രാജ്യത്തിന് കൈമോശം വന്നു കഴിഞ്ഞിരിക്കുന്നു. ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യാൻ ഇന്ന് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് കഴിയുന്നുണ്ടോ? ദളിതന് കഴിയുന്നുണ്ടോ? സമീപകാലത്താണ് 2 മുസ്ലിം കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ ചുട്ടുകൊന്നത്. ഒരു സംഭവം മാത്രമല്ല, എത്രയോ സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പട്ടികജാതി വിഭാഗത്തിലെ കുഞ്ഞുങ്ങളെ എത്ര ഭീകരമായിട്ടാണ് ആക്രമിക്കപ്പെടുന്നത്. പെൺകുട്ടികളെ അടക്കം മാനഭംഗം ചെയ്ത് കൊന്നാൽ കേസ് പോലും എടുക്കുന്നുണ്ടോ? മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന കുഞ്ഞുങ്ങളുടെ ഭൗതിക ദൈവം പോലും ആ കുടുംബങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ആസാദി കാ അമൃത മഹോത്സവം എന്ന് പറഞ്ഞ് കോടികൾ മുടക്കി ആഘോഷിക്കുക. എത്ര അരക്ഷിതാവസ്ഥയിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ മനുഷ്യർ ജീവിച്ചു പോകുന്നത്. ഇതെവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യാൻ ഇവർ അനുവദിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ പാർലമെന്റിന്റെ സ്ഥിതി എന്താ? ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് പ്രധാനമന്ത്രി പോകുന്നത് അപൂർവമാണ്. അവിടെ ചെന്നിരുന്നാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന ജനപ്രതിനിധികളെ എത്ര പുച്ഛത്തോടെയാണ് കാണുന്നത്. പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുമോ? ചോദ്യം ചോദിക്കാൻ അനുവദിക്കുമോ? ഇപ്പൊ നമ്മൾ കാണുന്ന നിയമസഭയിൽ UDFന് 40 ആളേ ഉള്ളൂ. എത്ര കൃത്യമായിട്ടാണ് അവർ വിഷയങ്ങൾ ചോദ്യം ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. അത്തരമൊരു മറുപടി പാർലമെന്റിനകത്ത് ശ്രീ നരേന്ദ്രമോദിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇന്ത്യക്ക് ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ചോദ്യം പ്രധാനമന്ത്രിയുടെ ഒരാഴ്ചയിൽ ഒരു ചോദ്യം, ഒരു ദിവസം പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കാമായിരുന്നു അംഗങ്ങൾക്ക്. ഈ കാലത്തിനിടയിൽ പ്രധാനമന്ത്രി ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് പറയുകയാണ് ജനാധിപത്യ രാജ്യമാണ്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊതുസമൂഹം തിരിച്ചറിയണമെന്നാണ് വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമങ്ങളൊക്കെ പാർലമെന്റിനകത്ത് പാസ്സാക്കിയെടുക്കുമ്പോൾ ചർച്ചയെന്താണ്? രാജ്യത്തെ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ പാർലമെന്റിനകത്ത് പാസ്സാക്കിയെടുത്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. വലിയ പോരാട്ടത്തിന്റെ ഫലമായിട്ട് അവർക്കത് പിൻവലിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. തൊഴിൽ നിയമങ്ങൾ 4 കോടാക്കി മാറ്റുന്ന ബില്ല് പാർലമെന്റിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? പാസ്സാക്കിയെടുത്തു. ശക്തമായുള്ള പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുന്നു. നമ്മൾ ഒരു സംസ്ഥാനത്തെ, കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് കശക്കി എറിഞ്ഞത്? അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ പോക്കറ്റിൽ ഒരു കടലാസ് എടുക്കുന്നു, സഭാനാഥം വിളിക്കുന്നു, വായിക്കുന്നു, സംസ്ഥാനം ഇല്ലാതാകുന്നു. ഇല്ലേ? തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ആളുകളെ തിരികെ കയറ്റിയിരിക്കുന്നു. വളരെ അതീവ ഗൗരവത്തോടെ നമ്മൾ ഇതെല്ലാം കാണേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം സമീപനങ്ങൾ അത് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നു. ഈ ജാഥയിലൂടെ വളരെ ശക്തമായി തന്നെ ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹപരമായിട്ടുള്ള നയങ്ങൾ പാവപ്പെട്ടവനെയാണ് പ്രയാസപ്പെടുത്തുന്നത്. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് നോക്കിയേ. 2024 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ ബജറ്റ് വരുന്നതിന് മുമ്പ് കേന്ദ്ര ബജറ്റ് വന്നു. ആ ബജറ്റിനകത്ത് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ രാജ്യത്തെ സമ്പന്നർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. സമ്പന്നന് കടമെടുത്താൽ തിരിച്ചടയ്ക്കണ്ട, ഗവൺമെന്റ് എഴുതിത്തള്ളും. ലക്ഷക്കണക്കിന് കോടിയാണ് എഴുതിത്തള്ളിയത്. 11 ലക്ഷം എഴുതിത്തള്ളി, 8 ലക്ഷം എഴുതിത്തള്ളാൻ പോകുന്നു. അവർക്ക് രാജ്യത്തിന് നികുതിയും കൊടുക്കണം. ഇന്ത്യ രാജ്യത്തെ സമ്പന്നർ എത്ര വേഗമാണ് വളരുന്നത്. കോവിഡ് കാലത്ത് പോലും ഇന്ത്യയിലെ സമ്പന്നർക്ക് ഒരു ക്ഷീണവും സംഭവിച്ചില്ല. അവരുടെ വരുമാനം എത്രയോ ഇരട്ടിയായി കൂടി. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള, നമ്മളെ പറയുമല്ലോ സാധാരണ കുത്തകകൾ, നമ്മുടെ പ്രസംഗത്തിൽ നമ്മൾ ടാറ്റയും ബിർളയും ഗോയയൊക്കെ പറയത്തില്ലായിരുന്നില്ലേ. അദാനി അംബാനിയൊക്കെ നമ്മൾ സമീപകാലത്താണ് കേട്ടത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ നിന്ന് വന്നപ്പോൾ, ഗുജറാത്തിൽ നിന്ന് വന്നപ്പോൾ കയ്യെ പിടിച്ചുകൊണ്ട് വന്ന ഒരു കൊച്ചു കച്ചവടക്കാരനായിരുന്നു അദാനി. ആ അദാനിന്ന് വളർന്ന് പന്തലിച്ച് ലോകത്തെ 2ാമനാക്കി മാറ്റി.
അത് അദാനിയുടെ പിടിക്കൊണ്ടാണോ? അല്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പൊതുമേഖലയെല്ലാം അതെല്ലാം തകർത്തില്ലേ? ആ പണമെല്ലാം ചെന്നു ചേർന്നത് അദാനിയുടെ അക്കൗണ്ടിലേക്കാണ്. എനിക്കരുതുന്നത് ഇങ്ങനെ കുറച്ച് സമ്പന്നർ മാത്രം മതി. ആ സമ്പന്നത ഈ നാടിനെ നോക്കിക്കോളും. നോക്കുന്നുണ്ടോ? എല്ലാ മേഖലയും തകർന്നില്ലേ? അത് നിങ്ങൾ വ്യവസായ വളർച്ച നോക്ക്. കേരളത്തിലെ വ്യവസായ അതിലേക്ക് ഞാൻ വരാം. ഇവിടെ 2.2% 0.8 താണു. നിർമ്മാണ മേഖല പുറകോട്ട് പോയി, വ്യവസായ മേഖല പുറകോട്ട് പോയി, കാർഷിക മേഖല പുറകോട്ട് പോകുന്നില്ലേ? അതിനെ ഒന്നും രക്ഷിക്കാനുള്ള ഒരു സഹായമില്ല. പക്ഷെ സമ്പന്നർക്ക് കൊല്ലാൻ കൊടുക്കും. ഇന്ത്യയിലെ സമ്പന്നർ 102 നിന്ന് അവർ 166 വളർന്നു. ഇന്ത്യയിലെ 40% സ്വത്ത് 1% കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടിത്തട്ടിയുള്ള 50% അവര് വെറും 3% സ്വത്തിനെ അവർക്ക് അവകാശമുള്ളൂ. ദുരിതക്കടയിലേക്ക് നീങ്ങുന്നു പാവപ്പെട്ടവൻ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിലക്കയറ്റം ചെയ്തിരിക്കാൻ നിങ്ങൾ സഹായം പ്രഖ്യാപിക്കുക. കാർഷിക രാജ്യമാണ് ഇന്ത്യയിലെ കൃഷിക്കാരെ സഹായിക്കാനുള്ള സഹായം നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക. തൊഴിലാളി എന്നൊരു പദം പോലും ബഡ്ജറ്റ് പ്രസംഗത്തിൽ നമ്മൾ എവിടെയും കേട്ടില്ല. ഈ ഗവൺമെന്റിന്റെ ഈ നയത്തിനെതിരെ നമ്മളല്ലാതെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? കോൺഗ്രസിനെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ അംഗീകൃത പ്രതിപക്ഷമല്ല. ദീർഘകാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അവരിങ്ങനെ ആയി തീർന്നത്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇരിക്കുന്നത് ഇന്ന് അപ്പുറത്തെ ഭാഗത്താണ്, BJPയുടെ കൂടെയാണ്. പഴയ കോൺഗ്രസ് നേതാക്കന്മാർ. ഇവിടുത്തെ MP-യാണ്, KPCC പ്രസിഡന്റ്. അദ്ദേഹവും പറഞ്ഞു, വേണ്ടി വന്നാൽ ഞാൻ അങ്ങോട്ട് പോകും, BJPയിലേക്ക് പോകും. അത്തരം പ്രതികരണങ്ങളിൽ വലിയ അത്ഭുതമൊന്നും നമ്മൾ കാണേണ്ടതില്ല. മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളൊക്കെ തന്നെ പോയില്ലേ? 4-5 മുഖ്യമന്ത്രിമാര് BJPയുടെ കൂടെ ആയി തീർന്നില്ലേ? പാർലമെന്റിൽ അവരുടെ ഉപദേഷ്ടാക്കൾ BJPയുടെ കൂടെ ആയില്ലേ? പ്രധാനപ്പെട്ട 5, 6, 7, 8 തവണ ജയിച്ച് കോൺഗ്രസിന്റെ കൂടെ നിന്ന ആളുകളൊന്നും BJPയുടെ മന്ത്രിമാരായി ഇരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഗവർണർമാരും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ കാണുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ വർഗീയതയും ഒക്കെ തുറന്ന് നിൽക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കൂ. അവരുടെ നയങ്ങളുടെ ഫലമായിട്ടാണ് ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ആ കൃത്യസമയത്ത് തന്നെ BJP അവതരിച്ചു. അവർ രാജ്യം അവരുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. പിന്നെ അവര് യഥേഷ്ടം അവർക്ക് തോന്നിയ പോലെ തന്നെ കൊണ്ടുപോയി. CPM-നെ സംബന്ധിച്ചും നാം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ, പാവപ്പെട്ടവർ, ദുർബലർ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, അവർക്ക് ആശ്വാസമേകുന്ന നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിർദ്ദേശം നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, കേന്ദ്രം ഈ രൂപത്തിൽ ജനദ്രോഹപരമായ നടപടികളുമായി പോകുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ നാടിന്റെ പ്രിയപുത്രൻ കൂടിയായിട്ടുള്ള സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഈ ഗവൺമെന്റിന് ഈ രാജ്യത്തെ പുരോഗമനവാദികളെല്ലാവരും, രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാ ആളുകളും ഉറ്റുനോക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നു. ഇന്ത്യക്കൊരു ബദലാണ് നമ്മുടെ ഗവൺമെന്റ്. ബദൽ നയങ്ങളിലൂടെ എങ്ങനെ ജനങ്ങളെ സഹായിക്കാമെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നത്. ഈ ഗവൺമെന്റിനെ നയിക്കുന്നത് CPM-ആണ്. അതുകൊണ്ടാണ് CPM-ന്റെ ഒരു ജാഥയിലേക്ക് ആപാലവൃദ്ധം ജനങ്ങളും കൃത്യസമയത്ത് തന്നെ വരുന്നത്. ഈ കേരളത്തിൽ പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനമാണ് ഇത്രയധികം വീടാളുകൾക്ക് കൊടുത്ത് സമൂഹ ശുചിത്വ പദ്ധതി നടപ്പിലാക്കിയ, എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച, ഏറ്റവും അധികം വിദ്യാസമ്പന്നരായ ആൺകുട്ടികളും പെൺകുട്ടികളും ലോകത്തെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. 1000 ഇത്രയും കൂടുതലുള്ള
പ്രസവ സമയത്ത് മരിക്കാത്ത അല്ലെങ്കിൽ മരണനിരക്ക് വളരെ കുറവുള്ള സ്ത്രീകൾ, ശിശുമരണ നിരക്ക് കുറവ്, ജെൻഡർ ഗ്യാപ്പ് കുറവ് ഒക്കെയുള്ള മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. കോൺഗ്രസ് ഭരിക്കുന്ന, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കി ഇത്തരമൊരു മാറ്റം അവിടെ കാണാൻ കഴിയുമോ? അത് ചുമ്മാതുണ്ടായതല്ല. നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച മണ്ണിലേക്കാണ്. 57 അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, സി.എമ്മിന്റെ ഗവൺമെന്റ് തുടങ്ങി പിണറായി സാറിന്റെ ഗവൺമെന്റ് വരെ എത്തി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ നടത്തിയ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനവും ഗവൺമെന്റും പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ മാറ്റം ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്. വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കിയേ. ഇതുപോലെയുള്ള വീടോ, ഇതുപോലെയുള്ള സൗകര്യങ്ങളോ, ഇതുപോലെയുള്ള മനുഷ്യരെയോ കാണാൻ കഴിയുമോ? ഇല്ല. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും അവരെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞു 600 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രികയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഇടതുപക്ഷം പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. നല്ലൊന്നാം തരം കുടിവെള്ള പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ മെച്ചമാക്കും. നമ്മുടെ ആശുപത്രികൾ അത് മികവുറ്റതാക്കും. ഡോക്ടർമാരെയും മറ്റ് സ്റ്റാഫിനെയും എല്ലാം നമ്മൾ നിയോഗിക്കും. അടിസ്ഥാന വികസന മേഖലയിൽ നല്ല മാറ്റങ്ങൾ നമ്മൾ വരുത്തും. ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് ക്ഷേമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. സ്ത്രീകൾക്ക് ജെൻഡർ വിദഗ്ധ ഞങ്ങൾ അവതരിപ്പിക്കും. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പരമാവധി തൊഴിലവസരം കൊടുക്കുന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. സമസ്ത മേഖലയെ സ്പർശിക്കുന്ന നിർദ്ദേശങ്ങളാണെന്ന് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചത്. നമുക്കെല്ലാം അറിയാം, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഭരണം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ 2 മഹാപ്രളയത്തെ നമുക്ക് നേരിടേണ്ടി വന്നു. കോവിഡ് അടക്കമുള്ള മഹാമാരി കടന്നു വന്നു. ഈ ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്? അത് ലോകത്തെ നമ്മൾ കാണിച്ചു. ഓക്കെ, ഈ ഘട്ടത്തിലൊക്കെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കാണാൻ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ എല്ലാ തിരക്കുകളും മാറ്റി ടിവിയുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളെ നമ്മൾ മറന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകൾ. എല്ലാ ജോലിയും മാറ്റി നിർത്ത്. ചിലരെന്ന് പറയുമായിരുന്നു, വൈകിട്ട് ഈ വിശ്വാസികളായിട്ടുള്ള സഹോദരിമാര് പറയുമായിരുന്നു, സന്ധ്യയ്ക്ക് ചെല്ലേണ്ട സന്ധ്യാനാമമൊക്കെ ഞങ്ങൾ നേരത്തെ ചൊല്ലിയിട്ട്, കാരണം CMന്റെ പത്രസമ്മേളനം ഉണ്ട് 6 മണിക്ക്. നമ്മളോടൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മമാര്. കാരണം അതിന് വിശ്വാസമാണ്, ഒരു ധൈര്യമാണ്. അങ്ങനെ എന്താ അത് എന്തിനായിരുന്നു അത് ശ്രദ്ധിച്ചത്? ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നത്. അങ്ങനെ ചേർത്ത് നിർത്തി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയില്ലേ? പ്രയാസം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടാവുമ്പോൾ താങ്ങായി ഒരു ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്തു. മുഖ്യമന്ത്രി പറഞ്ഞു, ആരും ഇവിടെ പട്ടിണി കിടക്കണ്ട, എല്ലാ സാധനങ്ങളും കൃത്യമായി നമ്മുടെ വീടുകളിൽ എത്തിച്ചു. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ 13 മാസക്കാലം എല്ലാം ഉൾപ്പെടെയുള്ള കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മഹാമാരി കാലത്ത് മനുഷ്യന്റെ കയ്യിൽ പണം വേണം, പ്രതിസന്ധി കാലത്ത് പണം വേണം. കേന്ദ്രത്തോട് നമ്മൾ പറഞ്ഞ 2500 രൂപ തന്നില്ലല്ലോ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരമാവധി തൊഴിൽ കൊടുക്കാൻ തന്നില്ല. അപ്പോ നമ്മൾ പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു വിഷമിക്കണ്ട, ഞങ്ങൾ തരും പൈസ. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ 63 ലക്ഷത്തിന് കൊടുത്തു. 1600 രൂപ എല്ലാവരുടെയും കൈകളിലെത്തി. പ്രായമായ ആളുകൾക്ക് ഇന്ന് അവർ പിടിയില്ലേ? സാധാരണ പാട്ട് കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ചില അപൂർവ സ്ഥലങ്ങളിലെങ്കിലും നമുക്കറിയാം എങ്ങനെയാണ് അവരോട് പെരുമാറുന്നതെന്ന്. ആ സ്ഥിതിക്ക് മാറ്റം വന്നു.
കാരണം 60 കൊല്ലം കഴിഞ്ഞ എല്ലാവരുടെയും കയ്യിൽ ഒരു മാസം 1600 രൂപ വരും. അത് കൊച്ചു കാര്യമല്ല. കിറ്റ് ഗവൺമെന്റ് എന്നും പെൻഷൻ ഗവൺമെന്റ് എന്നും ഒക്കെ നമ്മളെ ആക്ഷേപിക്കായിരുന്നു. പക്ഷെ അത് വാങ്ങുന്ന ആളുകളുടെ ഒരു ആത്മവിശ്വാസം എത്ര വലുതാണെന്ന് ഈ കേരളം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖല. കോവിഡ് ബാധിച്ചവരെ എത്ര നന്നായിട്ടാണ് സംരക്ഷിച്ചത് നമ്മള്. അതുകൊണ്ടല്ലേ ആരോഗ്യത്തോടെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിനെ നമ്മൾ കണ്ടിരുന്നല്ലോ. വിദേശ രാജ്യങ്ങളിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതല്ലായിരുന്നു ഈ കേരളം ഏറ്റവും മികച്ച പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചു. ആ കാലത്ത് നമ്മുടെ ഗവൺമെന്റ്, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ വിദ്യാലയങ്ങൾ ഇല്ലേ, എടുത്തു നോക്കിയേ എത്ര മികച്ച പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടന്നത്. നമ്മുടെ ഈ മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ 10-200 വരുന്ന കോടി രൂപയുടെ വികസന പ്രവർത്തനം, കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെ സ്കൂളുകൾ എടുത്തു നോക്കിയേ. ഞാൻ നിങ്ങളുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ പഠിച്ച പള്ളിക്കൂടങ്ങളാണോ? ഇന്നത്തെ പള്ളിക്കൂടമല്ല. ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ മാറി. അതുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ രക്ഷകർത്താക്കൾ വിടുന്നത്. 15 ലക്ഷം കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ വരുന്നു. സർക്കാർ സ്കൂളുകളിൽ ക്യൂ നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെ ചേർക്കാൻ ആളുകൾ. നമ്മുടെ ആശുപത്രികൾ, രോഗം വന്നാൽ കൃത്യമായി ചികിത്സ കൊടുക്കുന്ന ആശുപത്രികൾ, ഈ മണ്ഡലത്തിലെ അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട കാര്യമാണ്. ആരോഗ്യ മേഖലയിൽ ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. പഠിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് 1,61,311 പേർക്ക് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ തൊഴിൽ കൊടുത്തു. മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത തരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റില്ലേ? അതുപോലെയാണോ? പറഞ്ഞ വാക്ക് പാലിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങൾ പഠിച്ചതിസമർത്ഥരായി ജീവിതത്തിന്റെ വിവിധ തുറകളിൽ അവരിന്ന് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് പോകുന്നു. തീരദേശ വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികളെ നമ്മൾ കണ്ടതാണ്. നോക്കി ഒക്കെ വന്നപ്പോൾ, കടൽക്ഷോഭമൊക്കെ വന്നപ്പോൾ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. അവരെല്ലാം പുനരധിവസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുനർഗേഹം എന്ന പേര് തന്നെ ഇട്ടുകൊണ്ട് അതിമനോഹരമായ ഫ്ളാറ്റുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത്. കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയി. ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് വീട് കൊടുത്തു. കാർഷിക മേഖലയിൽ വലിയ മാറ്റം. രാജ്യത്തെ കൃഷിക്കാർ സംതൃപ്തരല്ലേ? കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാരെ ദ്രോഹിക്കുമ്പോൾ കേരളം അങ്ങനെയാണോ? ഞങ്ങളുടെ ജില്ലയിലെ കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു ശകലം പോലും തരിശില്ല. പണ്ട് തരിശായിരുന്നു. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ മുമ്പ് ഒരുപാട് സ്ഥലം തരിശിൽ കിടന്നെങ്കിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട്, മോണാട്ടുകരയും നമ്മുടെ ഈ പ്രദേശങ്ങളിലെ അടക്കമുള്ള സ്ഥലങ്ങളിൽ പരമാവധി കൃഷി ചെയ്യുവാൻ, നെൽകൃഷിയും മറ്റു കൃഷികളും ചെയ്യുവാൻ ജനങ്ങൾ തയ്യാറാവുന്നു, കൃഷിക്കാർ തയ്യാറാവുന്നു. കാരണം അവർ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന് വില കിട്ടുന്നു. റബ്ബർ കൃഷിക്കാരെ അടക്കം സഹായിക്കുന്ന നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ആ കൃഷിക്കാരി ഗവൺമെന്റിന്റെ കൂടെ നിൽക്കും. തൊഴിലാളികളെ സംബന്ധിച്ച് 58 മേഖലയുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു ഒന്നാം പിണറായി ഗവൺമെന്റ്. കൈത്തറി തൊഴിലാളികളും മറ്റും മറക്കില്ലേ ഗവൺമെന്റിന്? എന്തിനാണ് കൂടുതൽ പറയുന്നത്? പശുവിനെ കറന്ന് ജീവിക്കുന്ന തൊഴിലാളികളുടെ കൂലിയടക്കം പപ്പടം നിർമ്മിക്കുന്ന, കുട നിർമ്മിക്കുന്ന ആ എല്ലാ മേഖലയിലെ കൂലി പുതുക്കി നിശ്ചയിച്ച് അവരെ സഹായിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. പരമ്പരാഗത മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ നന്നായി സഹായിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ വിജയം നമുക്ക് കിട്ടിയത്. നോക്കിയ ഗവൺമെന്റിന്റെ അവസാന സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള കാലയളവിൽ എന്തെല്ലാം തരത്തിലുള്ള കള്ളപ്രചാരവേലകളാണ് നടത്തിയത്. നട്ടാക്കുരുക്കാത്ത നുണകളുമായി ഇറങ്ങിയില്ലേ ഒരുപറ്റ മാധ്യമങ്ങൾ?
BJPയും കോൺഗ്രസുമല്ലോ അവർ കരുതി 5 വർഷം നമ്മൾ ഭരിച്ചാൽ പിന്നെ കേരളത്തിന്റെ ഒരു പ്രസിഡന്റ് അങ്ങനെയാണല്ലോ, ഇക്കണക്ക് അങ്ങനെയാണല്ലോ, പിന്നെ വലതുപക്ഷമാണല്ലോ ഭരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചു. മന്ത്രിമാരെയെല്ലാം തീരുമാനിച്ചു, വകുപ്പുമെല്ലാം തീരുമാനിച്ച്, ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർക്ക് പറ്റുന്ന ആളുകളെല്ലാം കണ്ടെത്തി. അപ്പൊ അങ്ങനെയെല്ലാം ഭരിക്കാൻ പോകുന്നു. അതെന്നാ പിന്നെ ജനങ്ങളുടെ ഇടയിൽ കുറച്ച് കള്ളവും കൂടെ പറയാം. എത്ര ഒരു 6 മാസക്കാലം അല്ലെ നാട്ടുമ്പുറത്ത് പറയുന്ന പോലെ ഇതിശരണമില്ലാത്ത ജോലിയാണ് നമ്മുടെ പ്രവർത്തകർക്ക്. കാരണം ഈ കള്ളങ്ങളെല്ലാം പറയുമ്പോൾ അതിന് മറുപടിയായി നമ്മൾ പോകണ്ടേ. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ഇല്ലേ, കടലിതാ വിൽക്കാൻ പോകുന്നു. എന്തൊരു പ്രചരണമായിരുന്നു. തീരദേശത്തെ മണ്ഡലങ്ങളിൽ 51 മണ്ഡലങ്ങളിൽ 2 സ്ഥലത്തൊഴികെ എല്ലാ മണ്ഡലങ്ങളും നമ്മൾ ജയിച്ചു. കാരണം ആളുകൾക്കറിയാം, അവർക്ക് നന്നായി മനസ്സിലായി. കടലിൽ വിൽക്കുന്നവർ, സ്വർണം കടത്തുന്നവർ, പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, അത് ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരെയും കൊണ്ടുവന്നില്ലേ. ഒരു ദിവസം രാവിലെ പറയുന്നു ഇതാ ED വരുന്നു, ഒരു ദിവസം വരുന്നു കസ്റ്റംസ് വരുന്നു, അടുത്ത ദിവസം പറയുന്നു CBI വരാൻ പോകുന്നു, അടുത്ത ദിവസം വേറെ കുറച്ച് വാർത്തകൾ. ഇതെല്ലാം ശുദ്ധ കള്ളത്തരമാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജനങ്ങൾ കൈയച്ച് സഹായിച്ച് 99 സീറ്റ് വാങ്ങി നമ്മൾ ജയിച്ചു. ഒരു തുടർ ഭരണത്തിലേക്ക് കേരളം പോയി. അപ്പൊ തുടർ ഭരണത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും തുറന്നു വരുന്ന നാളുകളിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്, വളരെ കൃത്യമായി തന്നെ നമ്മളത് ചൂണ്ടിക്കാണിച്ചു. 900 നിർദ്ദേശങ്ങൾ, അതിനോരോ മേഖലയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഊന്നൽ. വിദ്യാലയങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായി മികച്ച നിലയിൽ പൊതുവിദ്യാലയങ്ങൾ രക്ഷപ്പെട്ടു വന്നു. ഇനി അത് മികവിന്റെ കേന്ദ്രങ്ങളാകണം. സർവകലാശാലകളെല്ലാം മികച്ചതാകണം. നമ്മുടെ മക്കൾ ഉയർന്ന തലങ്ങളിലേക്ക് പോകണം. ലോകപ്രശസ്ത നിലവാരത്തിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും എല്ലാം മാറണം. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. അതിന് നമ്മൾ ഊന്നൽ കൊടുക്കുന്നു. തൊഴിൽ മേഖലയിൽ പുതിയ തൊഴിലവസരം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പഠിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി വേണം. 20 ലക്ഷം തൊഴിലുകൾ കൊടുക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഗവൺമെന്റ് വന്ന ഈ ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ PSC വഴി 40,000 ആളുകൾക്ക് നമ്മൾ ജോലി കൊടുത്തു. ഈ ഒന്നാം പിണറായി ഗവൺമെന്റ് മുതൽ ഇതുവരെ 2 ലക്ഷം ആളുകൾക്ക് നമ്മൾ ജോലി കൊടുത്തു. വീട് കൊടുക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതി അത് പൂർത്തീകരിക്കും. മെയിൻ്റനൻസ് നടത്തേണ്ട വീടുകളുണ്ടെങ്കിൽ മെയിൻ്റനൻസ് നടത്താനുള്ള തീരുമാനവും ഗവൺമെന്റ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അടിസ്ഥാന വികസന മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി നമ്മൾ. എത്ര മികച്ച റോഡുകളാണ് ഇത് കേരളത്തിലുള്ളത്. നിങ്ങളൊന്ന് നോക്കിയേ. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ റോഡിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അത് ഏറ്റവും ഭംഗിയായ നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു. കൃത്യമായി നമ്മുടെ പ്രകടനപത്രികയിൽ പറഞ്ഞു 2025 ആവുമ്പോഴേക്ക് നാഷണൽ ഹൈവേ പൂർത്തിയാവും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കി. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണെത്തിപ്പിക്കുന്ന വേഗതയിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തീകരിച്ചത് ആളുകൾ സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 25% പൈസ നമ്മുടെയാണ്. പലപ്പോഴും അത് നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ്. കേന്ദ്രക്കാർ കള്ളത്തരം പറയുമ്പോൾ ശരിയാണോ എന്നൊക്കെ ചിലരെങ്കിലും ചോദിക്കും. അല്ല, 25% തുക നമ്മുടെ തുകയാണ്. ഇത്രയധികം പാലങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ മണ്ഡലം തന്നെ നോക്കിയേ. ഈ മണ്ഡലവും സമീപ പ്രദേശങ്ങളിലെ എല്ലാ മണ്ഡലവും നോക്കുക. കോടികളുടെ വികസന പ്രവർത്തനം ആ രംഗത്ത് നടത്തുന്നുണ്ട്. പുതിയ തലമുറയെ കണിയിലേക്ക് ആകർഷിക്കുന്ന ഒരുപാട് കളിക്കളങ്ങൾ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഇവിടെ അടക്കം നമ്മുടെ നിർദ്ദേശം. എത്ര സുന്ദരമായ നാടാണ് നമ്മുടെ നാട്. ആ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വരണം. ആഭ്യന്തര ടൂറിസം രംഗത്ത് ഈ വർഷം വന്ന ആളുകളുടെ കണക്ക് വന്നു അല്ലേ? കോടിക്കണക്കിന് വരുന്ന ആളുകളാണ് നമ്മുടെ നാട്ടുകാർ ഈ സാധ്യത ഉപയോഗപ്പെടുത്തി കാണാനും ആഘോഷിക്കാനും വന്നത്.
വിദേശികളുടെ ഒഴുക്കം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈം മാഗസിൻ പറഞ്ഞത്, നിങ്ങൾ 50 സ്ഥലങ്ങൾ കാണുന്നെങ്കിൽ അതൊന്ന് കേരളമായിരിക്കണം. അപ്പൊ ടൂറിസത്തിന് അനന്തമായ സാധ്യത ഇല്ലേ? ഈ ധർമ്മട ഫെസ്റ്റ് തന്നെ എത്രയോ ഗംഭീരമായിരുന്നു. വലിയ മാറ്റമാണ് ഇവിടെ അടക്കം വരുത്തുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗവും സുന്ദരമായ സ്ഥലമാണ്. അത് ഈ ഗവൺമെന്റിന്റെ നേട്ടമല്ലേ? അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുക. ബഡ്ജറ്റിൽ ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ച് മാതൃക കാണിച്ച ഗവൺമെന്റ് 20% തുക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വെച്ചിട്ടുണ്ടോ? നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ നമുക്ക് 1% പോലും ഇല്ല. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട് ഇവിടെ. തൊഴിലുറപ്പ് പദ്ധതി 1ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ വന്ന പദ്ധതിയാണ്. ഇടതുപക്ഷത്തിന്റെ 63 MP മാരില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി പാസ്സാവില്ല. കാരണം BJP അത് എതിർത്താണ് ഉത്തരേർപ്പെടുത്തി. രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങിയപ്പോൾ, പട്ടിണി മരണങ്ങൾ പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് CPM ഇടതുപക്ഷവും തീരുമാനിച്ചത്, നമ്മൾ UPA ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു നിയമം രാജ്യത്ത് വരണം, 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു നിയമം ഈ രാജ്യത്ത് വരണം. അങ്ങനെയാണ് തൊഴിലുറപ്പ് നിയമം വരുന്നത്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ആ പദ്ധതി ആദ്യം എടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. നമ്മുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് എല്ലാ ജില്ലകളിലേക്കും ആ പദ്ധതി വ്യാപിപ്പിക്കാൻ തയ്യാറ്. 20 ഇടതുപക്ഷത്തിന്റെ MP, 19 ഇടതുപക്ഷത്തിന്റെ MP ജയിച്ചു പോയപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഒരു പദ്ധതി വന്നെങ്കിൽ 19 UDFന്റെ MP പോയപ്പോൾ ആ പദ്ധതിയുടെ കടക്കൽ കത്തിവെച്ചു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ 60,000 കോടി രൂപ മാത്രം നീക്കിവെച്ചു. ഇവിടുത്തെ MP അടക്കമുള്ള MP പാർലമെന്റിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉയർത്തിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. അവരുടെ നാവ് പൊങ്ങത്തില്ല. കാരണം ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനമാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങളതൊക്കെ തന്നെ കൊഴിക്കാൻ നിന്നാലും ഞങ്ങള് പണം നീക്കിവെക്കും. അങ്ങനെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പരമാവധി തുക 263 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ച ഈ ഗവൺമെന്റിനെ സ്ത്രീകൾ ചേർത്തു നിർത്തും. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. 25 വർഷമായി കുടുംബശ്രീ നിലവിൽ വന്നു. ആ 25 വർഷത്തെ നേട്ടം സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വൻപിച്ച മാറ്റം കാണാതെ പോയിക്കൂടാ. ആ കുടുംബശ്രീയെ സഹായിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് തുക നീക്കും. അങ്ങനെ ഇലക്ഷൻ കാലത്ത് പറഞ്ഞതെല്ലാം ചെയ്താണ് നമ്മൾ പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഗവൺമെന്റിനോട് എങ്ങനെയാണ് കേന്ദ്രം പെരുമാറുന്നത്? ഈ പറഞ്ഞ വികസനത്തിനെല്ലാം പണം വേണം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ 2000 കോടിയാണ് നമ്മൾ ബഡ്ജറ്റിൽ വെച്ചത്. നമ്മളെ ഇടിച്ചു പിടിഞ്ഞു കൊണ്ടുപോകുന്ന കാശിന്റെ ഒരംശം നമുക്ക് തരണ്ടേ? ഈ ജാഥയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്, കേരളത്തെ അട്ടിമറിക്കുവാൻ, കേരള ഗവൺമെന്റിനെ തകർക്കാൻ കേന്ദ്രം പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം നമ്മൾ തീർത്തേ മതിയാവും. നമ്മൾ കൂടുതൽ യോജിക്കുന്നില്ല, അർഹതപ്പെട്ടതേ ചോദിക്കുന്നു. നമുക്ക് അർഹതപ്പെട്ട തരാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർ ബാധ്യസ്ഥരല്ലേ? ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. നോക്കിയ ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് 3.9 കോടി 9% തുക തന്നിരുന്നെങ്കിൽ അത് 1.92 കുറച്ചിരിക്കുന്നു. പല സംസ്ഥാനങ്ങൾക്കും നല്ലപോലെ കൊടുക്കുന്നുണ്ടല്ലോ. യോഗി ആദിത്യനാഥിന്റെ UPക്ക് കൊടുക്കുന്നത് 2.44 ലക്ഷമാണ്. നമ്മളെക്കാൾ കൂടുതൽ തുക മണിപ്പൂരിനും നാഗാലാൻഡിനും മിസോറമിനും കൊടുക്കും. 3.5 കോടി മലയാളികൾ ജീവിക്കുന്ന ഈ കേരളത്തിന് താഴേക്കാണ്. അപ്പൊ കേരളത്തിൽ അർഹതപ്പെട്ട വിഹിതം തന്നേ പറ്റൂ. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരട്ടെ. ഈ കോൺഗ്രസ്സുകാരൻ അക്ഷരം വേണ്ടുന്നുണ്ടോ? വലിയ പ്രസ്താവനകൾ നടത്തുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളെ എന്തോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. പക്ഷെ കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന അനീതിയാണെന്ന് നിങ്ങൾ പറയപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. പദ്ധതി അനുസരിച്ച് നമുക്ക് തരേണ്ട പണം നമുക്ക് തന്നത് 19,000 കോടി. മറ്റെല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നു.
അർഹതപ്പെട്ടത് നമുക്ക് നിഷേധിക്കുന്നു. എന്തുമാത്രം പണമാണ് പെട്രോൾ ഇനത്തിൽ തന്നെ ഒരു വട്ടം കൊണ്ടുപോകുന്നത്. നമ്മളൊരു ചെറിയ സെസ് ഏർപ്പെടുത്തിയപ്പോൾ വലിയ തോതിൽ നമുക്കെതിരായിട്ട് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ട്. ചാനലുകാര് തൊഴിലാളികളുടെ അടുക്ക ചെന്നപ്പോൾ കൃത്യമായി അവർ മറുപടി പറഞ്ഞു. അവര് പറഞ്ഞു പെട്രോളിന്റെ വില കൂട്ടി, ഡീസലിന്റെ വില കൂട്ടി, പാചകവാതകത്തിന്റെ വില കൂട്ടി, എല്ലാ സാധനത്തിന്റെ വില കൂട്ടി. നിങ്ങൾ എവിടെയും ഞങ്ങളുടെ ചോദിക്കാൻ വന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു പ്രതികരണവും ഞങ്ങൾ കണ്ടില്ല. ഇവിടെ ഈ ഗവൺമെന്റ് 2 രൂപ സെസ് ഏർപ്പെടുത്തിയത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ 60 കഴിഞ്ഞ ഞങ്ങളുടെ അമ്മമാർ, അച്ഛന്മാർ പെൻഷൻ വാങ്ങുന്നു, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നു. അതിന് ഈ ഗവൺമെന്റിന് പണം വേണം. ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. കാരണം കേരളത്തിന്റെ വികസനത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ സംരക്ഷിക്കുന്നത് പൊതുസമൂഹം തന്നെയാണ്. നമുക്ക് അർഹതപ്പെട്ട പല പദ്ധതികളെ ഇല്ലാതാക്കിയില്ല. ഈ റെയിൽവേ നിങ്ങൾ നോക്കിയേ, ഇന്ത്യൻ റെയിൽവേ അവർ പൂർണ്ണമായും തകർത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേ വികസനം നമുക്ക് അർഹതപ്പെട്ടത് തരുന്നുണ്ടോ? ഇപ്പൊ പാലക്കാട് ഡിവിഷൻ മുറിച്ചപ്പോൾ അന്നത്തെ വാഗ്ദാനമാണ് നമുക്കൊരു കോച്ച് ഫാക്ടറി. പാലക്കാട് ഒരു കോച്ച് ഫാക്ടറി, റായ്ബറേലിയിൽ വന്നൊരു കോച്ച് ഫാക്ടറി ലാലു പ്രസാദ് പ്രഖ്യാപിച്ചു. നമ്മൾ പിന്തുണച്ച സമയത്താണ് പ്രഖ്യാപനം. റായ്ബറേലി ഫാക്ടറിയിൽ നിന്ന് കോച്ചുകൾ ഉത്പാദിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഫാക്ടറി ഇല്ല, നമുക്കില്ല, കോച്ച് ഫാക്ടറി ഇല്ല. നമുക്കൊരു റെയിൽവേ ഫാക്ടറി, നമുക്കൊരു ആശുപത്രി, റെയിൽവേ ആശുപത്രി, ഇതെല്ലാം പ്രഖ്യാപിച്ച ഒന്നുമില്ല. സ്റ്റേഷനുകളിൽ വല്ലതും ഉണ്ടോ? കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോ ആ സ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യസഭാ മെമ്പർമാർ സഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട ഒരു MP ഈ സ്റ്റേഷൻ ശ്രീമട്ടിച്ചന്റെ കാലത്ത് കുറെ കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഇവിടുന്ന് പോയ MP ഈ സ്റ്റേഷന്റെ കാര്യത്തിൽ വല്ലതും പറയുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ കയറി വന്ന ഒരു വെളിച്ചമെങ്കിലുണ്ടോ? രാത്രി നമുക്ക് വന്നങ്ങോട്ട് കയറാൻ പറ്റുമോ? ഈ സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചേക്കാണ് കേട്ടോ. പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്നു. ഇതെല്ലാം അവർ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടുന്നത് അവർ തരാൻ തയ്യാറാകുന്നില്ല. അപ്പൊ റെയിൽവേയുടെ കാര്യത്തിൽ, എയിംസിന്റെ കാര്യത്തിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കാര്യത്തിൽ എല്ലാം കേരളത്തോട് അവഗണന കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗവൺമെന്റിനെ താഴെയിറക്കാമെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ കേരള സമൂഹം തയ്യാറാവില്ല. സഫ്രയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് തുടരണം, നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന കുറച്ച് സമരങ്ങളുണ്ടല്ലോ. 1-2 ആളെയെല്ലാം കൊണ്ടു നിർത്തി മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിൽ ചാടാൻ വരുന്ന സമരങ്ങൾ. ആ സമരങ്ങളെല്ലാം ജനങ്ങൾ പുച്ഛിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി വല്ല സമരവും നടത്താൻ പറ്റുന്നുണ്ടോ? ഒരു സമരവും പറ്റുന്നില്ല. കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക്. അത്രമാത്രം അവരുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലതുപക്ഷം, അത് BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഈ ഗവൺമെന്റിനെ ദ്രോഹിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റി ഒരു വിജ്ഞാന സമൂഹമായി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൈയച്ച് നമുക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങളാണ് തന്നെ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പ്രചരണ ജാഥ തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഇനി നീട്ടുന്നില്ല. സ്വരാജ് കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്തായി നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് നിങ്ങളെ അഭിമുഖം സംസാരിക്കും. അതിനുവേണ്ടി ക്ഷണിക്കുക. പ്രിയപ്പെട്ട
സഹോദരി സഹോദരന്മാരെ, സഖാക്കൾ, ഈ കഴിഞ്ഞ 20-ാം തീയതി കുമ്പളയിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്വീകരണങ്ങൾ പൂർത്തിയാക്കി 21-ന് വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചത്. ഇന്ന് ആദ്യത്തെ സ്വീകരണ കേന്ദ്രമായ ഈ പിണറായിയിലെ യോഗം കഴിഞ്ഞ് തലശ്ശേരിയും ഇരിട്ടിയും കൂടി പിന്നിട്ടാൽ ഈ ജാഥ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വയനാട് ജില്ലയിൽ പ്രവേശിക്കുകയാണ്. ജാഥയ്ക്ക് നാട്ടിലെമ്പാടും ആയിരങ്ങളാണ് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകാൻ ഒഴുകിയെത്തുന്നത്. ഇവിടെ പിണറായിയിലെ ഈ സ്വീകരണ യോഗത്തിലും ഈ നാടാകെ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ ഇരിക്കുന്ന ഈ സ്ഥലം ഇത്തിരി തണലൊക്കെ ഉണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ അത്യാവശ്യം വെയിലുമുണ്ട്. പക്ഷേ ഈ തിളയ്ക്കുന്ന വേനൽ ചൂടിനെ ജ്വലിക്കുന്ന സമരാവേശം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഇച്ഛാശക്തിയുമായി ഈ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുകയാണ്. ജാഥയുടെ പിന്നിട്ട സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലയിടത്തും ഓരോ പ്രദേശത്തും ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടങ്ങളിലാണ് ജാഥാ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. എന്നിട്ടും ആ സ്ഥലങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആളുകൾ ജാഥാ സ്വീകരണത്തിനായി കടന്നു വരികയാണ്. നമ്മുടെ പാർട്ടിക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള ബഹുജന സ്വാധീനത്തിന്റെ സാക്ഷ്യപത്രങ്ങളായാണ് ഈ മഹത്തായ സ്വീകരണ സമ്മേളനങ്ങൾ നടക്കുന്നത്. നമ്മുടെ പാർട്ടിയോടൊപ്പം അണിനിരന്നിട്ടുള്ള വൻപിച്ച ജനങ്ങളെ, ജനാവലിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വ്യാപ്തിയുള്ള ഇടങ്ങൾ, പൊതു ഇടങ്ങൾ, മൈതാനങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി ഈ ജാഥാ സ്വീകരണം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ജാഥയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ജനകീയ പ്രതിരോധ ജാഥയാണ്. പ്രതിരോധിക്കേണ്ടത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെയാണ്. അതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ആമുഖമായി സംസാരിച്ച സഖാവ് CS സുജാത ഇവിടെ വിശദീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ പ്രതിരോധിക്കണമെന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടമായി മാറിയിട്ടുള്ള വർഗീയതയെ പ്രതിരോധിക്കണം. ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും ഈ ജാഥ ഉയർത്തുന്നത്. ഈ രണ്ട് അപകടകരമായ പ്രശ്നങ്ങളെയും ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ, കേരളത്തോടുള്ള ശത്രുതാപരമായ നിലപാട്, വർഗീയത, അതിനെ പ്രതിരോധിക്കാൻ ജനങ്ങളെ അണിനിരത്തുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഈ ജാഥ ഏറ്റെടുത്തിട്ടുള്ളത്. ജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പാർലമെന്റോ അല്ല, അവരെല്ലാം ആ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ജനമാണ് ഏറ്റവും വലിയ, ഏറ്റവും പ്രാധാന്യമുള്ള ജനാധിപത്യത്തിലെ ഘടകം. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം യജമാന സ്ഥാനമാണ് ജനങ്ങൾക്കുള്ളത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാനാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര നയങ്ങളെയും വർഗീയതയെയും പ്രതിരോധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ജാഥ കടന്നുപോകുന്നത്. വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഴമേറിയ വെല്ലുവിളി വർഗീയതയാണ്. നമ്മുടെ രാഷ്ട്രത്തെ തന്നെ ശിഥിലമാക്കുന്ന ഒന്നാണ് വർഗീയത എന്നത്. ഈ നാട് ശരിയായി തിരിച്ചറിയുകയും വർഗീയതയെ പ്രതിരോധിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ന് കാണുന്ന രൂപഭാവങ്ങളോടെ ഈ ഭൂമുഖത്ത് നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ് അപകടത്തിലുള്ളത്. ഇന്നത്തെ പോലെ നാളെയും ഇന്ത്യ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉറപ്പിച്ച ഉത്തരവ് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എന്ന് വെച്ചാൽ
ഇന്ത്യയെ ഒരു രാഷ്ട്രമായി നിലനിർത്തുന്ന സുപ്രധാനമായ ഘടകം മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷതയുടെ അടിത്തറയിലാണ് നമ്മുടെ രാഷ്ട്രമായി നിലനിൽക്കുന്നത്. അനാദികാലം മുതലേ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇന്ത്യ റിപ്പബ്ലിക്കാകുന്നതിന് മുൻപ്, ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുൻപ്, വൈദേശികാധിപത്യം ഇവിടെ വരുന്നതിന് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് നോക്കിയാലും ഇന്ന് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഈ ഭൂവിഭാഗം മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് കാണാം. മതനിരപേക്ഷത എന്ന വാക്കൊരു ആധുനിക വാക്കാണ്. ആ വാക്കിന്റെ ഭാവിക്കും മുൻപ്, മതനിരപേക്ഷത എന്ന വാക്ക് ജനിക്കുന്നതിന് മുൻപ്, മതനിരപേക്ഷത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ആശയം നമ്മുടെ നാട്ടിൽ, ഈ സമൂഹത്തിൽ ഏറ്റവും ശക്തമായി നിലനിന്നിരുന്നു എന്നതാണ് വസ്തുത. ആ മതനിരപേക്ഷ അടിത്തറയെ തകർക്കാൻ വർഗീയതയുടെ വിത്ത് വിതച്ചതാരാണ്? അത് ബ്രിട്ടനാണ്. ഇന്ത്യയിൽ വർഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷ് മേധാവിത്വമാണ്, കൊളോണിയലിസമാണ്, വർഗീയത സാമ്രാജ്യത്വത്തിന്റെ സൃഷ്ടിയാണ്. സ്കൂളിൽ കുട്ടികൾ ചരിത്രം പിടിക്കുമ്പോ ഡിബേറ്റുകൾ പഠിക്കും. അധ്യാപകർ സിലബസ് അനുസരിച്ച് വിശദീകരിച്ചു കൊടുക്കുക. നാട്ടുരാജ്യങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച്, തമ്മിലടിപ്പിച്ച് ആധിപത്യം നേടാൻ ബ്രിട്ടൻ ശ്രമിച്ചു എന്നാണ്. അത് സത്യമാണ്. എന്നാൽ അത് മാത്രമല്ല, നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ശത്രുതയും ഭിന്നിപ്പും വളർത്താൻ ശ്രമിച്ചതോടൊപ്പം മതപരമായ വൈരം സൃഷ്ടിക്കാൻ, ഇന്ത്യയെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ, അങ്ങനെ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ഉയർന്നു വരുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഐക്യത്തെ, ആ ജനകീയമായ കൂട്ടായ്മയെ തകർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചിരുന്നു എന്നതാണ് പ്രത്യേകത. മലബാർ സമരം എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നത് 1921 സമരമാണ്. യഥാർത്ഥത്തിൽ അതിന് എത്രയോ മുൻപ് തന്നെ മലബാർ സമരതീക്ഷണമായിരുന്നു, സംഘർഷ നിർഭരമായിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങളും ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും മലബാറിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടും വലിയ കലാപങ്ങൾ. അതായിരുന്നു മലബാർ. ആ ഘട്ടത്തിലാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കളക്ടറായിരുന്ന വില്യം ലോഗനോട് ബ്രിട്ടീഷ് മേധാവിത്വം, ബ്രിട്ടീഷ് ഭരണകൂടം ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് മലബാറിൽ ഇടയ്ക്കിടെ ഇങ്ങനെ അക്രമ സംഭവങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നു? വില്യം ലോഗൻ സമർത്ഥനായ ഓഫീസറായിരുന്നു. അദ്ദേഹം വിശദമായ പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൽ ലോഗൻ പറഞ്ഞു, ഈ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും കാരണം മലബാറിലെ കാർഷിക പ്രശ്നങ്ങളാണ്, ഭൂമിക്ക് മേലുള്ള ഫ്യൂഡൽ ബന്ധങ്ങളാണ്, ജന്മിക്കുടിയാൻ സംഘർഷങ്ങളാണ്. അതാണ് പ്രശ്നം. പക്ഷേ ആ റിപ്പോർട്ട് ബ്രിട്ടൻ സ്വീകരിക്കുന്നതിന് മുൻപ് ലോകരോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ റിപ്പോർട്ട് കൊള്ളാം, പക്ഷേ ഈ നിഗമനം തിരുത്തണം. മതപരമായ ശത്രുതയും വർഗീയതയുമാണ്, ഹിന്ദു മുസ്ലിം പ്രശ്നമാണ് കലാപത്തിന്റെ കാരണം എന്ന് നിങ്ങൾ എഴുതി ചേർക്കണം. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. ബ്രിട്ടന്റെ നിർദ്ദേശമനുസരിക്കാൻ തയ്യാറാകാതിരുന്ന വില്യം ലോഗനെ അന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി ആന്ധ്രയിലെ കടപ്പയിൽ ഒരു ജഡ്ജിയായി നിയമിച്ചു. അക്കാലത്ത് ജുഡീഷ്യൽ ഓഫീസറായി ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരം താഴ്ത്തലിന് തുല്യമായിരുന്നു. അങ്ങനെ ബ്രിട്ടന്റെ നിർദ്ദേശം സ്വീകരിച്ച് തന്റെ നിഗമനങ്ങളിൽ നിന്ന്, തന്റെ ബോധ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മാനസികമായി തയ്യാറാവാതിരുന്ന വില്യം ലോഗൻ പിന്നീട് അധികം കഴിയുന്നതിന് മുൻപ് തന്റെ ഉദ്യോഗം രാജിവെച്ച് സ്കോട്ട്ലൻഡിലേക്ക് തിരിച്ചുപോയി ശിഷ്ടകാലം കൃഷി ചെയ്ത് ജീവിച്ചു എന്നതാണ് വസ്തുത. ഞാൻ ഈ ചരിത്ര സന്ദർഭം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കാൻ, ഇന്ത്യയുടെ സമരോത്സുകമായ യോജിപ്പിനെ തകർക്കാൻ ആ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടൻ വർഗീയമായി ഇന്ത്യയെ ചേരിതിരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അതിന്റെ തുടർച്ചയിലാണ് 1921 മലബാർ സമരമുണ്ടാകുന്നത്. ആ സമരം ഒരു ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ പ്രചാരവേലയാണ് ബ്രിട്ടൻ ഏറ്റെടുത്തത്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ ലഘുലേഖകൾ രാജ്യമെമ്പാടും വിതരണം ചെയ്തുകൊണ്ട് തെറ്റായ ഒരു പ്രതീതി പകർത്താൻ ശ്രമിച്ചു. ആ സന്ദർഭത്തിലുണ്ടായിരുന്ന സമരത്തിന്റെ ചില അപഭ്രംശങ്ങൾ അതിനെ സാധൂകരിക്കുന്നതായി മാറുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ എന്ന മതനിരപേക്ഷതയുടെ ഈ മഹത്തായ ഭൂമികയിൽ വർഗീയതയുടെ വിത്ത് വിതച്ചതും ബ്രിട്ടനാണ്, ബ്രിട്ടീഷ് കൊളോണിയലിസമാണ്. ആ ബ്രിട്ടന്റെ കാഴ്ചപ്പാടുകളെ
ഇരുകൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ വിതച്ച വർഗീയതയുടെ വൃക്ഷത്തെ വെള്ളവും വളവും കൊടുത്ത് വടവൃക്ഷമാക്കി മാറ്റാൻ ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ ഹിന്ദു മഹാസഭയും പിന്നീട് RSSഉം ബ്രിട്ടനും തമ്മിൽ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, പലരും സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരുന്ന ഏതെങ്കിലും ഒരു RSS നേതാവിന്റെ പേര് ചൂണ്ടിക്കാണിക്കാനാകുമോ? ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. നാട്ടിലെ ചില RSSകാർ പറയും, ഞങ്ങളെ ഹെഡ്ഗേവാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് സത്യമാണ്. പക്ഷേ ആ സത്യം RSS പറയുന്ന സത്യമല്ല. RSSന്റെ പ്രചാരവേലയിൽ എപ്പോഴും നാം ജാഗ്രത പാലിച്ചുകൊള്ളണം. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് RSSകാരൻ മറുപടി പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കള്ളം പറയുന്നു എന്നാണ്. എങ്ങനെ? ഹെഡ്ഗേവാർ ജയിലിൽ കിടന്നു എന്നത് സത്യം. പക്ഷേ ഹെഡ്ഗേവാർ RSS രൂപീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു. സേവാദൾ വോളണ്ടിയറായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരു ചെറിയ കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ 1925 RSS രൂപീകരിച്ച് RSSന്റെ സർസംഘചാലകനായതിനു ശേഷം സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, RSS എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം RSSന്റെ ലക്ഷ്യമായിരുന്നില്ല. അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയല്ല RSS. 22 കൊല്ലക്കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ RSS പ്രവർത്തിച്ചു. ഈ 22 സംവത്സരവും ബ്രിട്ടനുമായി ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നാഭിപ്രായം RSS ഉണ്ടായിരുന്നില്ല. ഹെഡ്ഗേവാറിന്റെ കാലശേഷം ഗോൾവൽക്കർ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയിലേക്ക് എടുത്തുചാടിയ ഭാരതീയ യൗവനത്തോട് ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് അഭ്യർത്ഥന നടത്തി. വളരെ കൗതുകരവും വിചിത്രവുമാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധരായി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സമരഭൂമിയിലേക്ക് സ്വന്തമെന്ന വാക്കുമറന്ന് കടന്നു വരികയാണ്. ആ ഘട്ടത്തിൽ RSS നേതാവിന്റെ ആഹ്വാനം എന്താണെന്ന് അറിയുമോ? ഇന്ത്യയിലെ ഹിന്ദു യുവാക്കളോട്. അതാണ് RSSന് ഇന്ത്യയിലെ ഹിന്ദു യുവാക്കളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. എന്താണ് ആഹ്വാനം? ഗോൾവൽക്കർ പറഞ്ഞു, നിങ്ങളുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവും ബ്രിട്ടനെതിരെ സമരം ചെയ്ത് പാഴാക്കാനുള്ളതല്ല. പിന്നെയോ, ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമായ വിഭാഗങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും സമയവും ഉപയോഗിക്കുവിൻ. അതാണ് ആഹ്വാനം. അങ്ങനെ ഒരു മൂവ്മെന്റാണ് RSS. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതേ RSS ഇഷ്ടമായിട്ടില്ല. അനാദികാലം ബ്രിട്ടൻ ഭരിച്ചുകൊള്ളട്ടെ എന്നായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടി. മതനിരപേക്ഷ ഭരണഘടനയുണ്ടാക്കി. ആ ഭരണഘടനയോട് RSSന് ഒരു മമതയുമില്ല. മതനിരപേക്ഷത എന്ന ആശയത്തെ RSS അംഗീകരിച്ചിട്ടേയില്ല. ഗോൾവൽക്കർ എഴുതിയ വിചാരധാരയാണ് RSSന്റെ സൈദ്ധാന്തിക ഗ്രന്ഥം. RSSന്റെ ശാഖകളിൽ ഇപ്പോഴും പൂജനീയ പുണ്യഗ്രന്ഥമായി കണക്കാക്കുന്നത് വിചാരധാരയാണ്. ആ വിചാരധാരയിൽ RSS സ്വപ്നം കാണുന്ന ഇന്ത്യ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. 52 അധ്യായങ്ങളും 4 ഭാഗങ്ങളുമുള്ള സാമാന്യം ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് വിചാരധാര. ആ വിചാരധാരയുടെ 19, 20, 21 അധ്യായങ്ങൾ ഇന്ത്യയുടെ ഭീഷണിയെക്കുറിച്ചാണ്. RSS പറയുന്ന ഭീഷണി എന്താണ്? ആ ഭീഷണി 19ാമത്തെ അധ്യായം മുസ്ലിങ്ങൾ, 20 ക്രൈസ്തവർ, 21 കമ്മ്യൂണിസ്റ്റുകൾ. ഈ 3 വിഭാഗം ഇന്ത്യക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കപ്പെടേണ്ടവരാണ്. മുസ്ലിങ്ങളില്ലാത്തൊരു ഇന്ത്യ, ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്തൊരു ഇന്ത്യ. അതാണ് RSSന്റെ സ്വപ്നം. 4ാമതൊന്നും കൂടിയുണ്ട്. അത് പക്ഷേ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പുസ്തകത്തിൽ 3 എഴുതിയിട്ടില്ല. പക്ഷെ 4ാമതൊരു വിഭാഗത്തെ കൂടി രാജ്യത്തിന്റെ ഭീഷണിയായി RSS കണക്കാക്കുന്നുണ്ട്. അതേതാണ്? ആ വിഭാഗം പട്ടികജാതി പട്ടികവർഗങ്ങളാണ്. പക്ഷെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതെന്തുകൊണ്ട് എഴുതിയില്ല? മറ്റൊന്നുമല്ല, മനുസ്മൃതിയാണ് RSS ആധാരമാക്കുന്നത്. ചാതുർവർണ്ണയമാണ്. മനുസ്മൃതിയുടെ കണ്ണിൽ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മനുഷ്യരെയല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരെ RSS മനുഷ്യരായി പോലും കണക്കാക്കുന്നില്ല. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ കഴിഞ്ഞു. അതിന്റെ താഴെയുള്ളവർ മനുഷ്യരല്ല.
അപ്പൊ അത് പ്രത്യേകിച്ച് എഴുതേണ്ടതില്ല, അതുകൊണ്ട് എഴുതിയില്ല. അത്രയും മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ഈ രാഷ്ട്രത്തിന്റെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്ന, അവരെ ഇവിടെ നിന്നും ഒഴിവാക്കി കളയണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് RSS. RSS രൂപീകരണത്തിന്റെ 100ാം വർഷത്തിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനാണ് ശ്രമം. ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണം, അതിനാണ് കൂപ്പുകൂട്ടുന്നത്. 2025 RSS രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയുകയാണ്. അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ളതുപോലെ BJPക്ക് മേധാവിത്വമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭരണഘടന തിരുത്തിയെഴുതി ഇന്ത്യയെ തങ്ങളുടെ താൽപര്യാനുസരണമുള്ള ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാണ് RSS കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ ഈ രാഷ്ട്രമുണ്ടാവില്ല. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ടവരെ ഈ മണ്ണിൽ നിന്നും ഒഴിവാക്കിയ കൂട്ടപലായനങ്ങളും കൂട്ടക്കൊലകളും കണ്ണീരും ചോരയും പുരണ്ട ഈ രാഷ്ട്രത്തിന്റെ ചരമഗീതത്തിനായിരിക്കും ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്നത് പോലെ നാളെയും ഈ രാഷ്ട്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ RSSന്റെ വർഗീയതയെ പ്രതിരോധിച്ചേ മതിയാകും. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ മതനിരപേക്ഷവാദികളെയും നമുക്ക് അണിനിരത്തേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വരുന്നത്. RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചർച്ച. എന്തൊരു അപഹാസ്യമായ സംഭവമാണ്. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ വിശദീകരണം RSSുമായി CPIM ചർച്ച നടത്തിയിട്ടില്ലേ? ഉണ്ട്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഏത് സന്ദർഭത്തിലാണ് RSSും CPIMുമായി ചർച്ച നടന്നിട്ടുള്ളത്? അത് മൂടിവെച്ചതോ രഹസ്യമമായ ഒരു കാര്യമല്ല. നാട്ടിൽ സംഘർഷമുണ്ടാവുന്നു, ഏറ്റുമുട്ടലുണ്ടാവുന്നു, മനുഷ്യർ കൊല്ലപ്പെടുന്നു. അത്തരം ഘട്ടത്തിൽ ഔദ്യോഗികമായി തന്നെ സർവകക്ഷി യോഗങ്ങൾ ചേരും. ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കും സർവകക്ഷി യോഗങ്ങൾ. ലക്ഷ്യമൊന്നേയുള്ളൂ, നാട്ടിൽ സമാധാനമുണ്ടാവണം. അപ്പോ സംഘർഷത്തിലെ കക്ഷികളെന്ന നിലയിൽ RSSും CPIMും പരസ്പരം ചർച്ച ചെയ്യണം, സമാധാനത്തിന് വേണ്ടി സംസാരിക്കണം എന്ന് തീരുമാനമെടുക്കും. അത്തരം സർവകക്ഷി യോഗങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായി മനുഷ്യർ കൊല്ലപ്പെടാതിരിക്കാൻ, നാട്ടിൽ സമാധാനമുണ്ടാകാൻ RSSുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത് രഹസ്യമല്ല. അതും ഇതും എങ്ങനെയാണ് ഒന്നുപോലെയാവുന്നത്? RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടോ? ചരിത്രത്തിൽ ഇന്നേ വരെ RSSുകാരന്റെ ആക്രമണത്തിൽ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ നഖത്തിന് പോർലേറ്റിട്ടുണ്ടോ? തിരിച്ചുണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ ചർച്ച RSSന്റെ ക്ഷണപ്രകാരമുള്ള ചർച്ചയാണ്. RSS ക്ഷണിച്ചപ്പോൾ പോയതല്ല CPM, സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമാണ്. ജമാഅത്തെ ഇസ്ലാമി പോയതോ RSSന്റെ ക്ഷണമനുസരിച്ച് ചെന്നിരിക്കുകയാണ്. RSSന്റെ ക്ഷണം സ്വീകരിച്ച് അവൻ വെച്ചു വിളമ്പിയ ചായയും കുടിച്ച് സലാം പറഞ്ഞ് മടങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് RSS ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത്? RSSന്റെ കിടയിൽ വീണിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം. നാളെ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിനു നേരെ നീതീകരിക്കാനുള്ള അതിക്രമങ്ങൾക്ക് RSS നേതൃത്വം കൊടുക്കുമ്പോ, RSSന്റെ നരമേധത്തിനെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ രോഷം ഉയരുമ്പോ അവർക്ക് പറയാനൊരു ന്യായം വേണം. ഞങ്ങൾ അങ്ങനെ കുഴപ്പക്കാരൊന്നുമല്ല. കടുത്ത മുസ്ലിം വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ പോലും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചർച്ചയ്ക്ക് ക്ഷണിച്ച് ആ ക്ഷണം സ്വീകരിച്ച് അവർ വന്ന് ഞങ്ങൾ സൗഹൃദപൂർവ്വം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പിരിഞ്ഞവരാണ് എന്ന് മേലിനടിക്കാൻ പറയാൻ RSSന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിൽ ഏതെങ്കിലും ഒരു സംഘർഷം ചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? പിന്നെന്തിനാണ് ചർച്ച? മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ ആര് ചുമതലപ്പെടുത്തി? ആരാ ചുമതലപ്പെടുത്തിയത്? കേരളത്തിലെ തന്നെ സ്ഥിതി നമുക്കറിയാം. അന്തസ്സുള്ള സത്യവിശ്വാസിയായ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും അവരുടെ വളപ്പിനകത്ത് പ്രവേശിപ്പിക്കാത്ത വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെ ഇസ്ലാമിന്റെ കാര്യം പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി
മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അംഗീകരിച്ചിട്ടേ ഇല്ലാത്ത ഭീകരവാദത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ്. RSSനെ പോലെയുള്ള ചരിത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കും അവകാശപ്പെടാനുള്ളത്. RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടില്ല എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിട്ടില്ല. മൗലാന മൗദൂദിയുടെ ആഹ്വാനങ്ങൾ കമ്പോട് കമ്പ് പരിശോധിച്ചാൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരായ ഒരു വാക്കുപോലും കാണാനുമാവില്ല. ഇവിടെയും അങ്ങനെ ഒരു ആഹ്വാനവും കാണാനാവില്ല. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ ഏറെക്കുറെ സമാനമായ പ്രവർത്തനാനുഭവമുള്ള വിഭാഗങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയും RSS. ഇരുകൂട്ടരും വർഗീയമായി ഇന്ത്യയെ ചേരിതിരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം, ഏത് വർഗീയത ശക്തിപ്പെട്ടാലും ഇതര വർഗീയതയെ കൂടി അത് ശക്തിപ്പെടുത്തും. RSS ഇന്ത്യയിൽ ശക്തിപ്പെട്ടാൽ മുസ്ലിം വർഗീയതയും ശക്തിപ്പെടും. RSSനെതിരായ സമരമെന്നാൽ എല്ലാത്തരം വർഗീയതയ്ക്കുമെതിരായ സമരം എന്ന് തന്നെയാണ്. ഈ സാഹചര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? ഇവിടെ സഖാവ് CS സുജാത കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ നയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അത്തരമൊരു ഘട്ടത്തിൽ മലയാളിയുടെ പക്ഷത്ത് നിൽക്കാൻ, കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്താൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിന്റെ ശത്രുപക്ഷത്താണ് പ്രതിപക്ഷവും നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, RSSഉം CPIയും തമ്മിൽ ചർച്ച നടന്നതിന് ശേഷം ഒരു CPM-കാരനും കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ഏത് ലോകത്താണ് പ്രതിപക്ഷ നേതാവ് ജീവിക്കുന്നതെന്നറിയില്ല. ഈ സമീപകാലത്ത് കേരളത്തിൽ എത്രയോ CPM പ്രവർത്തകർ RSSന്റെ കൊലക്കത്തിക്കിരയായി പിടഞ്ഞു വീണ് രക്തസാക്ഷിത്വം ഭരിച്ചു. പത്തനംതിട്ടയിലെ സന്ദീപ്, പാലക്കാട്ടെ ഷാജഹാൻ, ഇവിടെ കണ്ണിപ്പൊയിൽ ബാബു, പുന്നോൽ ഹരിദാസ്, എത്ര പേർ കൊന്നു തള്ളപ്പെട്ടു. തിരിച്ചാരെയും കൊന്നില്ല. അത് ശരിയാണ്. ഒന്നിനു പുറകെ മറ്റൊന്നായി ഓരോ സഖാവും പിടഞ്ഞു വീണ് രക്തസാക്ഷിത്വം ഭരിക്കുമ്പോഴും ഓരോ കൊലപാതകത്തിനും പകരമെന്ന പോലെ തിരിച്ചു കൊല്ലാൻ CPIM തയ്യാറായിട്ടില്ല. തിരിച്ചടിക്കാൻ 1000 മടങ്ങ് കരുത്തുണ്ടായിട്ടും സഹനത്തിന്റെ പ്രതീകമെന്ന പോലെ ഈ മണ്ണിൽ CPIM സംയമനം പാലിച്ചു നിലയുറപ്പിച്ചു. അതെന്തുകൊണ്ടാണ്? അത് RSSന്റെ കാര്യത്തിൽ മാത്രമല്ല. എത്ര സഖാക്കൾ കൊല്ലപ്പെട്ടു സമീപകാലത്ത് കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും മകനായി മാറിയ അഭിമന്യു, എറണാകുളം മഹാരാജാസ് ക്യാമ്പസിലെ വിദ്യാർത്ഥി, കൊന്നുതള്ളിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികളല്ലേ. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് രാജേന്ദ്രൻ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് കൊലയാളികൾ. തിരിച്ചു കൊന്നോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു സഖാവ് കൊല്ലപ്പെടുമ്പോ അതിന്റെ രാഷ്ട്രീയ പ്രതികാരം തിരിച്ചൊരാളെ കൊല്ലലാണ് എന്ന് CPIM വിശ്വസിക്കുന്നില്ല. ചരിത്രത്തിൽ ഒരിക്കലും രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലാൻ തീരുമാനമെടുത്തിട്ടുള്ള സംഘടനയല്ല, രാഷ്ട്രീയ പാർട്ടിയല്ല CPIM. ഒറ്റപ്പെട്ട നിർഭാഗ്യകരമായ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായല്ല. CPIM ഒന്നും കണക്കാക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തെ നേരിടേണ്ടത് തിരിച്ചക്രമം നടത്തിക്കൊണ്ടല്ല, തിരിച്ചു കൊലപാതകം നടത്തിക്കൊണ്ടല്ല, മറിച്ച് കൊലപാതകികളെ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിഷലിപ്തമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കണം. മനുഷ്യന്റെ പ്രാണനെടുക്കാൻ മടി കാണിക്കാത്ത, മനുഷ്യരെ കൊന്നുതള്ളാൻ മടി കാണിക്കാത്ത അങ്ങേയറ്റം വിഷലിപ്തമായ നൃശംസതയുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ച് അതിനെതിരായി എല്ലാ വിഭാഗം മനുഷ്യരെയും അണിനിരത്തുക എന്ന രാഷ്ട്രീയ പോരാട്ടത്തിലാണ് CPIM ഏർപ്പെട്ടിട്ടുള്ളത്. അറപ്പോടെ അകറ്റി നിർത്തേണ്ട, വെറുപ്പോടെ ആട്ടിയോടിക്കേണ്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് കൊലയാളികളുടേത് എന്ന് കേരളത്തെ പഠിപ്പിക്കാനാണ് CPIM ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കൊലപാതക രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനാവുക, അങ്ങനെയാണ് കൊലയാളികളെ ഒറ്റപ്പെടുത്താനാവുന്നത്. ആ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് തുടർഭരണത്തിലേക്ക് പോലും കേരള ജനത ഇടതുപക്ഷത്തെ തെരഞ്ഞെടുക്കും വിധത്തിൽ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കാൻ തയ്യാറായിട്ടുള്ളത്.
കൊലയാളികളെ സംഘടനാപരമായി രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുക എന്ന ദൌത്യമാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത്. CPIM പ്രവർത്തകരെ കൊന്നുതള്ളുന്ന കാര്യത്തിൽ RSSും കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ടുമല്ല ഒരേ തുമ്മൽപക്ഷികളാണെന്ന ചരിത്രാനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അവരെയെല്ലാം രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനാണ് CPIM ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം ഇന്ന് നമ്മുടെ നാടഭിമുഖീകരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനമെന്ന് ഇവിടെ ബജറ്റ് വിഹിതത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിന് ലഭിച്ച ബജറ്റ് വിഹിതം 1.9%. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ആസാം ഈ സംസ്ഥാനങ്ങളൊന്നും കേരളത്തെക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ളതല്ല, കുറവാണ്. നമ്മളാണ് കൂടുതൽ. പക്ഷെ ഈ സംസ്ഥാനങ്ങൾക്ക് നീക്കിവെച്ചത് എത്ര ശതമാനമാണ്? 3.7, 3.4 ഇതൊക്കെയാണ് നീക്കിവെക്കപ്പെട്ട ശതമാനം ബജറ്റ് വിഹിതത്തിൽ. കേരളത്തിനോ 1.9. അരുണാചൽ പ്രദേശിൽ ഒരു സംസ്ഥാനമുണ്ട്. ഈ കണ്ണൂർ ജില്ലയുടെ പകുതി ജനസംഖ്യയാണ് അരുണാചൽ പ്രദേശ്. നമ്മുടെ ജില്ലയുടെ അത്ര ഇല്ല. 1.7% യൂണിയൻ ബജറ്റിൽ അരുണാചൽ പ്രദേശിന് നീക്കിവെച്ച വിഹിതം. ഏകദേശം കേരളത്തിന് നീക്കിവെച്ച വിഹിതം. നമ്മുടെ സംസ്ഥാനത്തിനാകെ നീക്കിവെച്ച വിഹിതമാണ് കേരളത്തിലെ ഒരു ജില്ലയുടെ പകുതിയുള്ള അരുണാചൽ പ്രദേശിന് നീക്കിവെച്ചത്. എന്താണ് ഈ വിരോധത്തിന്റെ കാരണം? ഇത് രാഷ്ട്രീയമായ വിരോധമാണ്. RSSന്റെ ഹിംസോന്മുഖമായ വർഗീയ രാഷ്ട്രീയത്തിന് ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണ് കേരളം കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പോഴും ആവർത്തിച്ച അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ശേഷവും കേരളത്തിന്റെ മണ്ണിൽ RSSനെ ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണ് നമ്മൾ കൊടുത്തിട്ടില്ല. ആ വിരോധം മലയാളിയോടാകെ തീർക്കുകയാണ്. ബജറ്റ് വിഹിതത്തിൽ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് തരാതെ ശത്രുത പ്രകടിപ്പിക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ എല്ലാ കാര്യങ്ങളിലും ഈ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 1956 നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിതമാവുന്നു ഡൽഹിയിൽ. ഇന്ത്യയിലെ അത്യന്താധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള ആതുരാലയം ലോക പ്രശസ്തമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിനകത്തും പുറത്തും പിന്നീട് പല സമയത്തും ആവശ്യമുയർന്നു എയിംസിന്റെ മാതൃകയിൽ, ഡൽഹി എയിംസിന്റെ മാതൃകയിൽ ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള ആശുപത്രികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കണം. ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ഇന്ന് ഡൽഹിയിൽ മാത്രമല്ല എയിംസ്, ബിലാസ്പൂരിൽ, ഗോഹട്ടിയിൽ, പാറ്റ്നയിൽ, ഭോപ്പാലിൽ, ഋഷികേശിൽ, തെലങ്കാനയിൽ, രാജ്യമെമ്പാടും ഇന്ന് എയിംസ് ഉണ്ട്. കേരളത്തിൽ അനുവദിക്കുമെന്ന് 100 തവണയായി പറയും. പക്ഷേ എയിംസിന്റെ ഭൂപടത്തിൽ കേരളമില്ല, മലയാളികളില്ല. പാലക്കാട്ട് കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറിയുടെ തറക്കല്ല് ശാപമോക്ഷം ലഭിക്കാത്തൊരു ശിലയായി ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഏറ്റുവാങ്ങാനാണ് വിധി. അവഗണിക്കപ്പെട്ട ഒരു ജനതയാണ് നാം. അകറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് നാം. ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ നിരന്തരമായി അവഗണിക്കുകയും അകറ്റി നിർത്തപ്പെടുകയും ശത്രുതാപരമായ മനോഭാവം നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് നാം. കേരളം പ്രതിരോധിക്കേണ്ടത്. ഇതിനെതിരെ ശബ്ദമുയർത്തണ്ടേ? അതിന് പതാകകളുടെ നിറഭേദം തടസ്സമാകാൻ പാടുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിന് ഒരക്ഷരമുരിയാടാൻ ഈ കേന്ദ്ര നയത്തിനെതിരെ ശബ്ദമുയർത്താൻ സന്നദ്ധത വരുന്നില്ലല്ലോ, തയ്യാറാവുന്നില്ലല്ലോ. പകരം ഇപ്പോൾ ഒരു സമരം കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് സമരം? മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നു പോലും. ആ സമരത്തെ വല്ലാതെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കറുപ്പ് മുഖ്യമന്ത്രിക്ക് അലർജിയാണ്. എന്തൊരു അസഹിഷ്ണുത! എത്ര പോലീസിനെയാണ് വിന്യസിച്ചിരിക്കുന്നത്! എന്ത് കറുപ്പ്, എന്ത് അസഹിഷ്ണുത! ഈ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി കുമ്പളയിലെത്തിയപ്പോ നല്ല കറുപ്പുള്ള നിറമുള്ള കാറിലല്ലേ മുഖ്യമന്ത്രിയുടെ കാറ് കണ്ടിട്ടില്ല? നല്ല കറുത്ത നിറമുള്ള കാറല്ലേ? മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം യൂണിഫോം നല്ല കറുപ്പല്ല. ആർക്ക് കറുപ്പിനോട് വിരോധം? ആർക്കെങ്കിലും വിരോധം? ഇവിടെ എന്തിനാണ് പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനല്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ അങ്ങനെ ഒരു പ്രത്യേക സംരക്ഷണത്തിന്റെ ആവശ്യം ഇപ്പോഴില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ അതിന് ഈ പോലീസിന്റെ ആവശ്യം വേണമെന്ന് നിർബന്ധവുമില്ല. ഈ ജനകീയ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന കേരളത്തിലെ ജനം
കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാത്തു സംരക്ഷിക്കും, ഈ സർക്കാരിനെ സംരക്ഷിക്കും, ഒരു സംശയവും വേണ്ട. ഇത് CPIM പ്രവർത്തകരെ പോലും കാത്തു നിൽക്കാതെ കേരളത്തിന്റെ ജനം കാത്തു സംരക്ഷിക്കും കേരളത്തിലെ ഗവൺമെന്റിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും. കാരണം ഈ ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ജനങ്ങൾ. പിന്നെ എന്തിനാണ് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്? എന്ത് സമരമാണ് നടക്കുന്നത്? 2 പേരൊക്കെയാണ് സമരത്തിൽ. ജനകീയ സമരങ്ങളുടെ ചരിത്രത്തെ അപമാനിക്കുകയാണ്. വഴിയരികിൽ ഒളിച്ചു നിൽക്കും. മുഖ്യമന്ത്രിയുടെ കാർ വരുമ്പോൾ അതിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്നു. ഇങ്ങനെയുണ്ടോ ഒരു സമരം? ഏതോ പാവം പിടിച്ച 2-3 പേരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് ഈ കോൺഗ്രസുകാർ. ഒരൊറ്റ നേതാവിങ്ങനെ കാണാൻ പോകുന്നില്ല. എങ്ങും ഏതും അറിയപ്പെടാത്ത പാവം കുട്ടികളാണ്. അവരോട് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കാറൊക്കെ വലിയ പുതിയ കാറാണ്, ചവിട്ടിയാൽ അവിടെ നിൽക്കും, അതുകൊണ്ട് ധൈര്യമായിട്ട് കാറിന്റെ മുന്നിൽ ചാടിക്കോ, കാർ ഇടിക്കില്ല. ബ്രേക്ക് ചെയ്താൽ ആ സ്പോട്ടിൽ നിൽക്കുന്ന കാറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അപകടവും വരില്ല എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഏത് കാറാണെങ്കിലും ഡ്രൈവർ ഒരു മനുഷ്യനല്ലേ? അപ്രതീക്ഷിതമായി ഒരാൾ വേഗത്തിൽ പോകുന്ന കാറിന്റെ മുന്നിൽ ചാടിയാൽ വാഹനം തട്ടി ആള് മരിച്ചു പോവില്ലേ? അങ്ങനെ മരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിലും കോൺഗ്രസുകാർക്ക് പരിക്ക് പറ്റരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആർക്കും ഒരു അപകടവും പറ്റരുത്. അതുകൊണ്ട് വേഗത്തിൽ വരുന്ന മുഖ്യമന്ത്രിയുടെ കാറിന്റെ മുന്നിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കുന്ന ഈ വിവരദോഷികൾ മരിച്ചു പോകാതിരിക്കാൻ, അവരുടെ ജീവൻ രക്ഷിക്കാനാണ് പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നത്. അതിനാണ് ഈ പോലീസിനെ ആകെ വിന്യസിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ കറുപ്പിനോട് വിരോധമുണ്ടായിരുന്നവരാരായിരുന്നു? അതും കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരള ചരിത്രത്തിൽ ചെറുപ്പക്കാരുടെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തിയ ദിനമാണ് 1994 നവംബർ 25. കറുത്ത പതാകകൾ ഉയർത്തി പ്രതിഷേധിച്ചതിന്റെ പേരിൽ കേരളത്തിലെ UDF സർക്കാർ, ആ സർക്കാരിന്റെ പോലീസ് 5 ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്നത് തൊട്ടടുത്ത് കൂത്തുപറമ്പിന്റെ മണ്ണിലാണ്. അല്ലേ? കറുത്ത കൊടി ഉയർത്തി പ്രതിഷേധിച്ചതിനാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കറുത്ത തുണി ഉയർത്തി പിടിച്ചവരെ വെടിവെച്ചു കൊല്ലാൻ ഒരു മടിയും കാണിക്കാതിരുന്ന UDFന്റെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് ഇപ്പോ ജീവൻ ഒടുക്കി പോകരുതെന്ന് കരുതി സമരം ചെയ്യുന്നവന്റെ ജീവൻ രക്ഷിക്കാൻ ഇടപെടുന്ന കേരളത്തിലെ പോലീസിന്റെ നടപടിയെ വിമർശിക്കുന്നത്. അതാണ് വിരോധാഭാസം. പക്ഷേ ആ സമരത്തിൽ ഒരു 4 പേരെ അണിനിരത്താൻ കേരളത്തിലെ കോൺഗ്രസിനൊന്നും സാധിക്കുന്നില്ല. ജനങ്ങളുടെ മുൻപാകെ ഒറ്റപ്പെട്ടു പോയ ആ ദയനീയ സാഹചര്യമാണ് ഇന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാനാവുന്നത്. നമ്മുടെ ജാഥ നയിച്ചുകൊണ്ട് ബഹുമാന്യരായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ജാഥ ക്യാപ്റ്റനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. സുഹൃത്തുക്കളെ, ജാഥ ലീഡർ ജാഥാംഗങ്ങൾ എത്തിയിരിക്കുകയാണ്. ആദ്യമായി ജാഥാ ലീഡർ നിങ്ങളുടെ അഭിമുഖത്തിൽ സംസാരിക്കും. അതിനുശേഷം സ്വീകരണം അതിന് ശേഷമാണ്. അപ്പോ ജാഥാ ലീഡറെ സംസാരിക്കുന്നതിന് വേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ജാഥാ ലീഡർ സംസാരിക്കുന്നതിന് മുമ്പ് ജാഥാ ലീഡറെയും ജാഥാ അംഗങ്ങളെയും കാരാർപ്പണം നടത്തിയ അടുത്ത കേന്ദ്രത്തിലേക്ക് ജാഥാ അംഗങ്ങൾക്ക് പോകാൻ കഴിയും. അതിനുശേഷമായിരിക്കും ലോക്കൽ കമ്മിറ്റികളുടെ പ്രസംഗശേഷമായിരിക്കും ലോക്കൽ കമ്മിറ്റികളുടെ സീൻ. സഹകളെ, ജാഥാ അംഗങ്ങളെ,
പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഹാരാർപ്പണം നടത്തുകയാണ്. സംഘാടക സമിതിക്ക് വേണ്ടിയാണ് നിർവഹിക്കുന്നത്. കണ്ണൂർ കൈത്തറിയാണ് ജാഥാംഗങ്ങൾക്ക് നൽകുന്നത്. ആദ്യം സഖാവ് എം പി ഗോവിന്ദ മാഷും നമ്മുടെ ഈ ജാഥയുടെ ക്യാപ്റ്റൻ CPM സംസ്ഥാന സെക്രട്ടറി PB അംഗം സഖാവിനെ ഷാളണിയിക്കാൻ ക്ഷണിക്കുകയാണ്. ജാഥ മാനേജർ PK ബിജു, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, M സ്വരാജ്, സുഹൃത്തുക്കളെ, ജാഥാ ലീഡർ നിങ്ങളെ അഭിമുഖിച്ച് സംസാരിക്കും. അതിനുവേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ സഖാവ് P. ബാലൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് MP ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാവ് P. ജയരാജൻ, UB രാജേഷ്, നമ്മുടെ MP കൂടിയായ സഖാവ് ശിവദാസ്, വേദിയിലുള്ള പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളെ, ജാഥാ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കിതുപോലെ ഒരു ജാഥക്ക് സൗകര്യത്തോടുകൂടി സ്വീകരണം നൽകാൻ കഴിയുന്ന സ്ഥലം വളരെ കുറവാണ് എന്നുള്ളതാണ് കേരളത്തിലെ ചെറുപട്ടണങ്ങളുടെ പൊതുവായ അവസ്ഥ. അതുകൊണ്ടാണ് വേണ്ടത്ര സൗകര്യം ഇല്ലെങ്കിലും ഇതുപോലുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ജാഥയെ സ്വീകരിക്കാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. ജനകീയ പ്രതിരോധ ജാഥ എന്നാണ് ഞങ്ങൾ ഇതിന് പേര് നൽകിയത്. ജനകീയ പ്രതിരോധ ജാഥ എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും ചില ആളുകൾ പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് അതിന് ഉത്തരം നൽകി. ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരള സർക്കാരിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധം, ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന സാമ്പത്തികമായ പങ്ക് ആരുടെയെങ്കിലും ഔദാര്യം എന്ന നിലയിലല്ല, നമുക്ക് ലഭിക്കേണ്ടുന്ന പങ്ക് ഈ കേരളത്തിൽ വരാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൌരവമുള്ള പ്രശ്നം. ഏതാണ്ട് കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ മാർച്ച് മാസം വരെയുള്ള കാലത്ത് 40,000-ഓളം കോടി രൂപയാണ് നമുക്ക് നൽകാതിരിക്കുന്നത്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് 40,000 രൂപ ഒരു കൊല്ലം കുറഞ്ഞാൽ
പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ജനങ്ങൾക്ക് ആശ്വാസകരമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാനാവുക എന്ന ചോദ്യം ഞങ്ങൾ ഈ ജാതിയുടെ ഭാഗമായിട്ട് ഭരണവർഗത്തോട്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുക. ഈ ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ പൊതു ചോദ്യമാക്കി മാറ്റുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കാണാനും അവരോട് ഈ കാര്യങ്ങൾ പറയാനും വേണ്ടി ഈ ജാഥ കേരളത്തിലുടനീളം വരുന്ന 18-ാം തീയതി വരെ നടക്കാൻ പോകുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരു പൊതുബോധമാക്കി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന, ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ വിശദീകരിച്ചത് തന്നെയാണ് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാനാണ്. ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ പിണറായി ഒത്തുചേർന്ന ഹിന്ദുക്കൾ വിചാരിക്കും നമുക്കൊരു രാജ്യം വരുമല്ലോ ഒന്നും ഇല്ല. ഹിന്ദുത്വ രാജ്യമായാൽ ഏറ്റവും വലിയ തിക്ത ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഇന്ത്യൻ ജനത ഏതാണ് എന്നതിന് കൃത്യമായ ഉത്തരം ഹിന്ദുക്കൾ തന്നെയാണ്. ഞങ്ങളിത് വെറുതെ പറയല്ല. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് RSSന്റെ നേതൃത്വത്തിൽ ഹിന്ദു അജണ്ട, ഹിന്ദുത്വത്തിന്റെ പേരിൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടാൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി അദാനിയെയും അംബാനിമാരെയും മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ അവരെത്തി. അവരെ ഇനിയും കൂടുതൽ സമ്പന്നന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഖജനാവ് പൂർണ്ണമായി ചോർത്തിയെടുത്ത് ഈ അദാനിക്കും അംബാനിക്കും 1% വരുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നൽകുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് ജീവിക്കാനുള്ള വീടുണ്ടാക്കി കൊടുക്കില്ല, അവർക്ക് താമസിക്കാനുള്ള വീടില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വിദ്യാഭ്യാസ സംവിധാനം കൈകാര്യം ചെയ്യാനുള്ള പുതിയ തലമുറക്കാവില്ല. അതേപോലെ ആരോഗ്യരക്ഷ എന്നുള്ളത് അവരുടെ മുമ്പിലില്ല. ഇതെല്ലാം ലഭിക്കേണ്ടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗീയത ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള രാജ്യമാണ് ഹിന്ദുത്വ രാജ്യം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, ഭൂപ്രഭുക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്, സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ്. ആ നിലപാട് സ്വീകരിക്കുന്ന ഹിന്ദുക്കൾക്ക് പോലും വിനയാവുന്ന ഗൌരവമുള്ള ഒരു പശ്ചാത്തലമാണ് 2025ഓടുകൂടി ഈ ഇന്ത്യ രൂപീകരിക്കാൻ പോകുന്നത്. അത് മുസ്ലിമുകൾക്കെതിരാണ്, അത് മിഷണറീസിനെതിരാണ്, അത് മാർക്സിസ്റ്റുകാർക്കെതിരാണ്. 3 M അവരെതിരാണ്. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ഭിന്നിപ്പിച്ച് മതനിരപേക്ഷതയെ തകർത്ത് ഭരണകൂട സംവിധാനങ്ങളെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി രാജ്യഭരണമാകെ കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഒത്തൊരുമിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക, അതിനാവശ്യമായ പ്രതിരോധം ചമക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന 2ാമത്തെ മുദ്രാവാക്യം. 3ാമത്തെ മുദ്രാവാക്യം ഈ ഗവൺമെന്റാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഇത് നിങ്ങൾ പത്രം വായിച്ചു കാണും. ഈ കേരളത്തിലെ യുവാക്കളെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. പട്ടിണി അവസാനിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്, ചികിത്സാ സൌകര്യങ്ങൾ നൽകുന്നുണ്ട്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം ഉണ്ടാവാതിരിക്കുന്നു എന്നൊരു സാഹചര്യം കേരളത്തിലില്ല. പട്ടിണി അവസാനിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ 64,006 കുടുംബങ്ങളെ ഈ ഗവൺമെന്റ് ദത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളെയാണ്. ഇന്ന് കണ്ടു 15,000 സ്റ്റാർട്ടപ്പുകൾ ഈ കേരളത്തിൽ രൂപപ്പെടാൻ പോവാണ്. 15,000 സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. ഒരു വിജ്ഞാന സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. വിജ്ഞാന സമൂഹം.
ഇപ്പോ പ്രാഥമികമായ മേഖലയിൽ LP സ്കൂളുകൾ, UP സ്കൂളുകൾ, ഇനി ഹയർ സെക്കൻഡറി സ്കൂൾ വരെ 11 ലക്ഷം ആളുകളാണ്, കുട്ടികളാണ് പുതുതായിട്ട് ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലും ചേർന്നത്. എത്ര വലിയൊരു മുന്നേറ്റമാണ്. അതിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് അധ്യാപകരെയാണ് ഇപ്പോൾ നിയമിക്കുന്നത്. വലിയ മാറ്റാണ്. പൊതുവിദ്യാഭ്യാസ മേഖല ലോകോത്തരമായിരിക്കും. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികളെ നമുക്ക് വിജ്ഞാന സമൂഹത്തിന്റെ ഭാഗമായിട്ട് ലോകത്തെവിടെയും ആരുടെയും മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു ശേഷിയോടെ കേരളത്തിൽ രൂപപ്പെടുത്തണം. വിജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞത്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ വേണം. ഇതൊന്നും ആദ്യമായിട്ട് പറയുന്നതില്ല. ഇതിനു മുമ്പാരും ഇതുപോലുള്ളൊരു നിലപാട്, ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തിട്ടില്ല. വിജ്ഞാന സമൂഹം എന്നല്ല പൊതുവായിട്ട് പറയുക മാത്രമല്ല, ഇനി ഞങ്ങള് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് സഹായം കൊണ്ട് മാത്രമല്ല, ഒരു സഹായം കിട്ടുന്നില്ലെങ്കിലും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യാം. കാരണം നമ്മുടെ മൂലധനം പണമല്ല, നമ്മുടെ മൂലധനം വിജ്ഞാനമാണ്, അറിവാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒറ്റ ഒരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നീല യൂണിഫോമിന്റെ നെഞ്ചത്തെഴുതി വെച്ച ഒരു പേരുണ്ട്. എന്താ പേര്? വേവറം. ദാരിദ്ര്യം പറഞ്ഞു. എന്താ പേര്? ആ പേരിന്റെ പേര് എന്റെ പേരായിട്ട് ഇല്ല കൃത്യമായിട്ട് ഉത്തരം പറയും. ഇവരെന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോഴാണ് ഇവരെന്നെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നീല യൂണിഫോമിന്റെ നെഞ്ചത്തെഴുതി വെച്ച പേരെന്താണ് എന്ന് ചോദിച്ചപ്പോ ഇവിടെയെല്ലാം ക്രിക്കറ്റ് കളി കാണുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലില്ല. അവർ ഇല്ല പറഞ്ഞിരിക്കുകയാണ്. എന്താ? ബൈജൂസ്. ബൈജൂസ് എന്ന് എഴുതി വെച്ചത് വെറുതെ അല്ല, കോടിക്കണക്കിന് റുപ്യ മുടക്കിയിട്ടാണ് ആ പേര് എഴുതി വെക്കുന്നത് കേട്ടോ. ഈ ബൈജൂസ് ആരാ? ഈ ബൈജു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, മാങ്ങാട്ടുപുറമിലെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ബൈജുവിന്റെ അച്ഛൻ ഒരു രവീന്ദ്രൻ മാഷാണ്, അഴീക്കോട്. രവീന്ദ്രൻ മാഷ കയ്യിൽ പണമൊന്നുമില്ല, അമ്മേന്റെ കയ്യിലും പണമൊന്നുമില്ല, മൂലധനം നിക്ഷേപിക്കാൻ, മൂലധനമാക്കാൻ പണമൊന്നുമില്ല. രവീന്ദ്രന്റെ കയ്യിലും പണമില്ല, അമ്മേന്റെ കയ്യിലും പണമില്ല, മോന്റെ കയ്യിലും പണമില്ല, ബൈജുവിന്റെ കയ്യിലും പണമില്ല. പക്ഷെ എന്താ ബുദ്ധി, അറിവ്, ജ്ഞാനം. ആ അറിവ് ഉപയോഗിച്ച് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കുന്ന ലേണിംഗ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രധാനപ്പെട്ട ബൈജൂസ് ആപ്പ് ഉണ്ടാക്കി. ആ ബൈജൂസ് ആപ്പ് ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ മേഖലയിൽ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നന്മാരുടെ പട്ടികയിൽ ആരെത്തി? ബൈജൂത്തി. ഇതൊരു സാമ്പിളാണ്. ഇന്നത്തെ പത്രം നിങ്ങൾ ദേശാഭിമാനി, എല്ലാ പത്രത്തിലും അറിയില്ല, ദേശാഭിമാനിയിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. എന്താ വാർത്ത? രാവിലെ കൂടെ ഒരു വായിച്ചിട്ടുണ്ടാവും. എന്ത് വാർത്തയിൽ? ഇന്നത്തെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലെ വലിയൊരു അക്ഷരത്തിൽ എഴുതിയ ഒരു വലിയ വാർത്തയുണ്ട്. എന്താ വാർത്ത? എന്താ? 15,000 സ്റ്റാർട്ടപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാൻ പോവാണ് എന്നാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ, നമ്മുടെ ചെറുപ്പക്കാർ നല്ല ബുദ്ധിയുള്ളവരാണ്. ചെറുപ്പക്കാരി എല്ലാം നല്ല ബുദ്ധിയാണ്. പെണ്ണുങ്ങൾക്കാണിപ്പോൾ നല്ലതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുൻകൈ. അതിന്റെ കണക്ക് പുറത്തു വന്നു. 1000 ആളുകൾ, ആൺകുട്ടികൾ ഒരു കോഴ്സിൽ ചെയ്യുമ്പോൾ 1500 പെൺകുട്ടികളാണ് ആ കോഴ്സിൽ ചേരുന്നത്. അപ്പൊ പുരുഷന്മാരും മെല്ലെ മെല്ലെ പിന്തള്ളക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളാണ് നിങ്ങളുടെയും കാര്യം വരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ. ഈ ഒരു കണക്കും കൂടി ഞാൻ പറയാം. ലോകത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന യുവതികളുള്ള, ഏറ്റവും കൂടുതൽ യുവതികളുള്ള നാട് ഏതാണ്? പറഞ്ഞാട്ടെ, ഉത്തരം പറ. ഏതാ? കേരളമാണ്. വേറെ ഏതെങ്കിലും കാലിഫോർണിയയും അതുപോലെ തന്നെ ബെയ്ജിങ്ങും അല്ല.
ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് കേരളം. അപ്പൊ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമെല്ലാം പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളുമായിട്ട് മുമ്പോട്ടേക്ക് വന്നാൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി വിറ്റാൽ തന്നെ 100 കോടി കിട്ടും. നല്ല ഒരു ലോകോത്തരമായ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി വിറ്റാൽ 100 കോടി കിട്ടും, 150 കോടി കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പിന് 10 കോടിയും 15 കോടിയും 20 കോടിയും അമേരിക്ക ഉൾപ്പെടെ ലോക മാർക്കറ്റിൽ വിലയുണ്ട്. ഇത് വിറ്റ കാര്യമാണ് പറയുന്നത്. ഇവിടേക്കും പറഞ്ഞതെന്താ, 1500 സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പോവാണ്. ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളെയാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾ മുഖേന ഈ കേരളത്തിൽ തന്നെ തൊഴിൽ കൊടുക്കാനുള്ള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യം പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലൂടെയും വന്നത്. ഗവൺമെന്റ് വെറുതെ ഇരിക്കുകയല്ല. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും 40,000 കോടി രൂപ കുറയുന്ന സാഹചര്യത്തിലും ഭാവനാപൂർവമായി ഈ ചെറുപ്പക്കാരികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുതിയ തലത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വിവരമടിസ്ഥാനപ്പെടുത്തി, വിജ്ഞാനമടിസ്ഥാനപ്പെടുത്തി സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇതിന്റെ ഒപ്പമാണ് 20 ലക്ഷം അഭ്യസ്തരായ യുവക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന പ്രകടന പത്രികയിലെ 900 പദ്ധതിയിൽ ഒന്നാണത്. എത്രയാൾ കൊടുക്കും? 20 ലക്ഷം അഭ്യസ്തരായ യുവാക്കൾക്ക് തൊഴിൽ. ആ തൊഴിൽ നൽകാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതിന്റെ ഫലപ്രദമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ കണക്കെടുത്തു കഴിഞ്ഞു. 29 ലക്ഷം വരും ഈ 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യുവാക്കളിൽ തൊഴിൽ വേണമെന്ന് പറയുന്നവരുടെ എണ്ണം. അവർക്കാണ് തൊഴിൽ കൊടുക്കുക. ലോക നിലവാരത്തിൽ അവരെ ഉയർത്തണം. MAയും MSCയും BAയും BSCയും പാസ്സായിട്ട് MCOM പാസ്സായിട്ട് മാത്രം രക്ഷയില്ല. അവർക്ക് ഓരോ കമ്പനിക്കും വേണ്ട തൊഴിൽ നൈപുണ്യം വേണം. അങ്ങനെ തൊഴിൽ നൈപുണ്യം നേടാൻ അവരെ പരിശീലിപ്പിക്കണം. എത്ര? ഏതാണ്ട് 29 ലക്ഷം ആളുകളെ പരിശീലിപ്പിക്കണം. ഇനി വരുന്ന 3.5 കൊല്ലം കൊണ്ട് ഈ 29 ലക്ഷം ആളുകളെ പരിശീലിപ്പിച്ചാൽ ആ പരിശീലനം നേടിയവരിൽ നമ്മുടെ മുമ്പ് തന്നെ 10 ലക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയുണ്ട്. ഇത് വെറുതെ ആകാശത്ത് പറയുന്നതല്ല. കേരള മിഷന്റെ ഭാഗമായിട്ട് KDSCന്റെ ഭാഗമായി 10 ലക്ഷം ആളുകൾ ഇപ്പോഴും തന്നെ ആവശ്യമുണ്ട്. നമ്മുടെ ബോർഡറിലുണ്ട്. അപ്പൊ ഇവരെന്ത് വേണം? ചിലരെ 3 മാസം പരിശീലിപ്പിക്കണം, ചിലരെ 6 മാസം പരിശീലിപ്പിക്കണം, ചിലരെ 9 മാസം പരിശീലിപ്പിക്കണം, ചിലരെ 1 കൊല്ലം പരിശീലിപ്പിക്കണം. എന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ, വീട്ടിൽ നിന്ന് തന്നെ ജോലി, വീട്ടിൽ തന്നെ ശമ്പളം. എത്ര? 20 ലക്ഷം. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോവാണ്. തൊഴിലില്ലായ്മ കേരളത്തിൽ പരിഹരിക്കാൻ പോവാണ്. എല്ലാ വീട്ടിലും ഈ 40,000, 50,000, 60,000 രൂപ ഇതിന്റെ ഭാഗമായിട്ട് പുതിയ വരുമാനം വരാൻ പോവാണ്. ഈ കേരളത്തിന്റെ ആളോഹരി വരുമാനം കുറവാണ് എന്ന് എത്രയോ കൊല്ലമായിട്ട് പറയുന്ന ഈ പഴി ഈ കേരളത്തിൽ നമുക്ക് അവസാനിപ്പിക്കാനാവും. ജീവിത നിലവാരം മെച്ചപ്പെടും. ഇന്നത്തെക്കാളും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കേരളത്തിൽ പോകാനാവും. അങ്ങനെ പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ 100 ദിന പരിപാടി ആരംഭിച്ചു. ഈ ഇപ്രാവശ്യം 3ാമത്തെ 100 ദിന പരിപാടിയാണ്. 15,800 കോടി രൂപയാണ് ആ പ്രോജക്ട് പൂർത്തിയാകുമ്പോൾ. അത് 1280 എണ്ണമാണ് പ്രൊജക്ടിന്റെ ഭാഗം. അത്രയും എണ്ണം നടപ്പിലാക്കണം. അതിനാൽ 4.33 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. വെറുതെ പറഞ്ഞു പോകില്ല. 4.33 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടും 100 ദിവസത്തിനിടയിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞു 1000-5. 1000 ആൾക്ക് ജനസംഖ്യക്ക് 5. 1.25 ലക്ഷം ആളുകൾക്ക് അങ്ങനെയും തൊഴിൽ കിട്ടും. 1 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ തീരുമാനിച്ചു. ഇന്ന് മനോരമക്കാരൻ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. നല്ല തന്നെ പരിപാടി. പക്ഷേ അവിടെ ഇവിടെ എല്ലാം ചിലത് പൊട്ടിപ്പോയിട്ടുണ്ടെന്നാണ്. ഇത് കേട്ടാൽ വിചാരിക്കും ഈ ചെറുകിട പദ്ധതികൾ ആരംഭിച്ചാൽ ചിലത് പൊട്ടൂലാന്നും. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മനോരമേ. 1 ലക്ഷം സംരംഭകരെ കണ്ടാൽ അതിൽ ഞങ്ങൾ പറയുന്നത് ലോകത്ത് തന്നെയുള്ള ശരാശരി അതിൽ 30% പൊട്ടുന്നതാണ് കേട്ടാ. അപ്പൊ അത്രയും 1 ലക്ഷത്തിന്റെ 30% പറഞ്ഞാൽ ഏതാണ്ട് 30,000 പൊട്ടും. പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടാതെ നോക്കണം.
അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ 1.5 ലക്ഷം. അപ്പോ പൊട്ടാൻ സാധ്യതയുള്ളത് കൂടി കണക്കിലെടുത്ത് 1.5 ലക്ഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് 1 ലക്ഷമെങ്കിലും മിനിമം ഈ കേരളത്തിൽ ഈ പറയുന്ന സംരംഭക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകും. അതൊന്നും ഇവർക്ക് മനസ്സിലാക്കാനാവുന്നില്ല. എന്നിട്ട് അവർ കണ്ടുപിടിച്ചു ഒരു പോയിന്റ്, എന്തറിയോ? ബാർബർ ഷോപ്പ് തുടങ്ങുമെന്നാണ് പറഞ്ഞത് എന്നാണ്. ബാർബർ ഷോപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതെന്തൊരു സംരംഭ പ്രവർത്തനമാണെന്ന്, എന്തൊരു അപമാനമാണ്. നമ്മളെ സംഘടിത യൂണിയനാണ് ബാർബർമാർ. ആവൂല്ല ഇവിടെ ഉണ്ട്. യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ബാർബർമാരുടെ ബ്യൂട്ടീഷ്യൻ. അപ്പോ അവര് ശക്തിയായി പ്രതിഷേധിക്കേണ്ടതാണ്. ഇങ്ങനെയൊന്നും വരാൻ പാടില്ല എന്നാണ്. ഞാൻ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് ഒരു 2-3-5 ദിവസം ഞാൻ വീട് കയറാൻ പോയപ്പോ ഒരു വീട്ടിൽ കയറി. എല്ലാവരും ഞങ്ങളുടെ സഹാക്കളും നേതാക്കന്മാരെല്ലാം വീട്ടിൽ കയറി നോക്കിയപ്പോൾ ഞാൻ വീട്ടിൽ നിങ്ങൾക്ക് എന്താണ് ജോലി? അപ്പൊ ആൾക്ക് കാര്യമായി ജോലിയൊന്നുമില്ല, പ്രായമുണ്ട്. അപ്പൊ ഭാര്യയോട് ചോദിച്ചു എന്താ ജോലി? എന്നെ ബ്യൂട്ടീഷ്യനാണ്. ബ്യൂട്ടീഷ്യനോ? അതെ. ഞാൻ ചോദിച്ചു എവിടെയാ? അത് വീട്ടിൽ തന്നെയാണ്. ഞാനും അവരുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇത് മുതലാളിത്ത സമൂഹമാണ്, മാർക്കറ്റ് ചെയ്യാം. വെറുതെ ഒരു ബ്യൂട്ടീഷ്യൻ നമ്മൾ വൃത്തിയിരുന്നാലൊന്നും ശരിയാവില്ല. അപ്പൊ ഇങ്ങനെ എന്താ ചെയ്യേണ്ടി? നമ്മൾ നിങ്ങൾ നല്ലപോലെ കടം വാങ്ങണം. തപ്പിയ പദ്ധതിയുണ്ട്. നമ്മൾ പുതിയ സംരംഭ പ്രവർത്തനത്തിന് നിങ്ങൾ വാങ്ങുന്ന കടത്തിന്റെ പലിശ ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ആവശ്യമുള്ള ഇന്റേണുകളും ഉണ്ട്. ഞാൻ പറഞ്ഞൊരു 10 ലക്ഷം രൂപ കടമായി. അവരാദ്യം ഭയപ്പെട്ടുപോയി. 10 ലക്ഷം രൂപ കടയിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപ കടം വാങ്ങുക, നല്ലൊരു കെട്ടിടത്തിലേക്ക് ഇപ്പം വീട്ടിലാണുള്ളത്, ആ വീടിന്ന് ടൗണിലേക്ക് മാറ്റുക. ടൗണിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മതിയാവില്ല, ഒരു 3-4 ആളെ കൂടി അതിന്റെ ഒപ്പം ചേർക്കുക. അങ്ങനെ 3-4 ആളെ കൂടി ചേർത്താൽ ആ സംരംഭത്തിൽ 5 ആളായി. ഒരു സംരംഭത്തിൽ 5 ആളായി. എന്നിട്ട് നല്ല മാർക്കറ്റിംഗ് നടന്നാൽ, നല്ലപോലെ പ്രചരണം കൊടുത്താൽ മറ്റെല്ലാറ്റിനേക്കാളും ആദ്യം നിങ്ങളുടെ ബ്യൂട്ടീഷ്യനിലേക്ക് ആളുകൾ വരും, ആ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആളുകൾ വരും എന്ന് ഞാൻ പറഞ്ഞപ്പോ അവർക്ക് ആദ്യം അത്ഭുതമായിരുന്നു. പിന്നീട് അവരെ ജില്ലാ കമ്മിറ്റി മെമ്പർ, ഞാൻ അത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ജില്ലാ കമ്മിറ്റി മെമ്പറോട് ഇവർ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഗോവിന്ദന്മാർ പറഞ്ഞതുപോലെ ചെയ്യാൻ പോവാണ്, ഞാൻ വീട്ടിൽ നിന്ന് മാറ്റാൻ പോവാണ്, ടൗണിലേക്ക് മാറ്റുകയാണ്. ഞങ്ങൾ 5 ആളുകൾ കൂടി ചേർന്ന് 10 ലക്ഷം രൂപ കടം വാങ്ങാൻ പോവാണ്. ഇന്ത്യയിൽ വന്നിരുന്നു, അവരെല്ലാം സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിവിധ ബാങ്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് പണം തരാൻ സമ്മതിച്ചിട്ടുണ്ട്. പലിശ ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധാരാളമായി നടപ്പിലാക്കാൻ പോവാണ്. അതിനുശേഷം പറയുന്നതിനിടയായി അവർ ഈ ബാർബർഷാപ്പ് ബ്യൂട്ടീഷ്യൻ പറഞ്ഞ സംരംഭം തന്നെയാണ്. അത് നമ്മളോട് തീർച്ചയായും ഒരു തരത്തിലും പെട്ടില്ല. അപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് കേരളത്തിലെ 1,50,000 ഉദ്ദേശിക്കുന്നത്. ആ 1,50,000 കുറേയൊന്നും ചെറിയ രീതിയിൽ വേഗം തന്നെ മുന്നോട്ടേക്ക് പോകില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും 1,00,000-ലധികം ആളുകളുണ്ടാവും. കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും യുവതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് മാറാൻ പോകുന്നതിന് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണമെന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലെ വികസന പ്രവർത്തനത്തിന് മാനവതാരാണിപ്പോ പ്രതിപക്ഷങ്ങളാകെ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും വികസന പ്രവർത്തനം നടത്താൻ പാടില്ല. അതാണ് കേരളീയ പാടില്ല എന്ന് പറയുന്നത്. അതാണ് മറ്റെല്ലാ അർത്ഥത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ എല്ലാവരും അവരിലെയും നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരു 10-50 കൊല്ലത്തിന്റെ അപ്പുറത്തെ വളർച്ച ഇപ്പോഴും തന്നെ കണ്ട് ആ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് കേരളത്തിന്റെ ഭാവനാപൂർവമായ നിലപാട് ആ ഒരു തരത്തിലും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അവരുടെ നിലപാട്. അപ്പൊ കേരളീയ പാടില്ല. കണ്ണൂരിൽ നിന്ന് കയറിയാൽ 3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തിരുവനന്തപുരത്തെത്താം. അവിടുന്ന് കയറിയാൽ കണ്ണൂരിലേക്ക് 10 കാസർഗോഡിലേക്ക് 3 മണിക്കൂർ 54 മിനിറ്റ് മതി. ഇവിടെ നിന്ന് കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായി ഉത്പാദിപ്പിക്കുന്ന അപ്പം കൊണ്ടുപോയാൽ തന്നെ ഇവിടെയുള്ള അപ്പം വയ്ക്കുന്ന വിലയേക്കാൾ കൂടുതൽ വില തിരുവനന്തപുരത്ത് പോലെ എറണാകുളത്ത് പോയാൽ കിട്ടും. ഇവിടെ രാവിലെ കാര്യം പോവാം. 2 കെട്ടും 2 ആളും 4 വലിയ പട്ടികയും. എന്നിട്ട് അതുകൊണ്ട് എറണാകുളത്ത് ഇറങ്ങാം. ഇവിടെ 9 മണിക്ക് പുറപ്പെട്ടാൽ 11 മണിയാവുമ്പോൾ അവിടെ എത്തും. 11 മണിക്ക് എറണാകുളത്ത് എത്തും. 11 മണിക്ക് എറണാകുളത്ത് കൊണ്ടുപോയി പിറ്റേ 1 മണിക്കൂർ കൊടുക്കുക. 12 മണിയാവുമ്പോൾ തിരിച്ചു കയറാൻ വ്യായാമം ചെയ്തു.
എന്നാലും 2 മണി 2:30 മണിയാകുമ്പോൾ വീട്ടിലെത്താം. ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതി. ഇങ്ങനെയുള്ള സൗകര്യവും ഈ പറയുന്ന ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ചില വിഭാഗത്തിലുകൊണ്ടിരിക്കും. പിന്നെ ഓഫീസിൽ പോകുന്നവർക്ക്, കോടതിയിൽ പോകുന്നവർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ഉപയോഗിക്കാൻ എന്താ പ്രയാസം? അപ്പൊ അത് പറ്റില്ല. 39 വാഹനം അങ്ങോട്ടും 39 വാഹനം ഇങ്ങോട്ടും 20 മിനിറ്റ് വിട്ട് ഈ വാഹനങ്ങളുണ്ടാവും. ഒരു പ്രയാസമാണ്. ആരെങ്കിലും കണ്ടതായിരിക്കില്ല, ആരെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടായിരിക്കില്ല. കാരണം ഒരാൾ വണ്ടി പോയി 5 മിനിറ്റ് കഴിഞ്ഞാണ് എത്തുന്നതെങ്കിൽ 15ാമത്തെ മിനിറ്റാകുമ്പോഴേക്ക് 2ാമത്തെ വണ്ടി വരും, പിന്നെ 3ാമത്തെ വണ്ടി 20 മിനിറ്റ് വരും. അങ്ങനെ കയറി പോകാൻ കഴിയും. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ റോഡ് പിടിപ്പിക്കാനാവും. കാർബൺ ഡയോക്സൈഡ് ബഹുമാനം നല്ലപോലെ പ്രധാനമാവും. പരിസ്ഥിതിയുടെ മാറും. 0.5% പരിസ്ഥിതി ജപ്പാനിലെ കടന്നാൻ സംബന്ധിച്ചതാണ്. അപ്പൊ നമുക്ക് കടമാൻ പാടില്ലാതാണ് പുതിയ അർത്ഥശാസ്ത്രന്മാരെ വിശേഷിക്കുന്നത്. ഇവിടെ കാര്യങ്ങളെ പറ്റി ഒരു കാര്യം പറയാതെ പ്രകടനം കടമാണ്. ഇത് വളരെ സംഭവമാണ്. ഇന്ന് 1000 കോടി രൂപ കടമെടുക്കാൻ സാധ്യതയുള്ള വാങ്ങി മൂലധന നിക്ഷേപം നടത്തണം. അതാണ് കാര്യം. മൂലധന നിക്ഷേപത്തിന് വേണ്ടി കടമാകണം എന്ന് പറഞ്ഞാൽ 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ അത് തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള വരവ് ഉണ്ടാകും. 20 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചടവ് ജപ്പാനിലേക്ക് വന്നതന്നെയാണ്. 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചടച്ചാൽ മതി. അപ്പൊ നമുക്ക് കേരളയിൽ വളരെ ഫലപ്രദമായ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അതങ്ങനെ ഉപയോഗിക്കില്ല. പ്രതിപക്ഷത്തിന്റെ ഒരേ നിലപാട് ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ പാടില്ല. എന്തുകൊണ്ട് വികസന പ്രവർത്തനം നടന്നുകൂടാ? അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഇപ്പൊ 2ാം ഘട്ടമാണ്. ഇപ്പൊ നേരത്തെ പൂർത്തിയാവും 2024. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ടേമിനും വലിയ പ്രയാസമാണ് യുഡിഎഫിന്. പിന്നെ ഈ കേരളയിൽ കൂടി വന്നാൽ പിന്നെ 3ാമത്തെ ടേമിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന ദേവനാദിയാണ് യുഡിഎഫിനുള്ളത്. ബിജെപി അതിന്റെ ഒപ്പം ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു സംശയവുമുള്ള എല്ലാ വികസന പ്രവർത്തനത്തിനും പാരവെക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കീഴടങ്ങാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചാൽ ഇപ്പോഴും വീണ്ടും തോന്നും ഈ പറയുന്ന കേരളയിൽ. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കില്ല. 9 സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന കേരളയിലുണ്ട്. എത്ര കേരളയിൽ അവരുടെ സംവിധാനമുണ്ട്. സുവർണയിൽ എത്ര 9 സംസ്ഥാനത്ത് നമുക്ക് മാത്രം കഴിയില്ല. അത് കേരളത്തിലെ അപരിക്കലാണ്. അപരിക്കനെതിരായി ജനങ്ങൾ അനുദരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കാണ് നമ്മൾ ഞങ്ങൾ അർത്ഥമാക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാ പരിപൂർണമായ പിന്തുണയാണെന്നും ലക്ഷലക്ഷക്കണക്കിന് ആളുകളാണ് ഞങ്ങൾ അതുമായിട്ടാണ് ഞങ്ങൾ സമീപിക്കാൻ പോകുന്നത്. ഈ യാതൊരു സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ കാണാത്ത ഏതാണ്ട് 22 ആളുകൾ പുറത്തിട്ടുണ്ട്. പിണറായിയെ അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ നിറഞ്ഞു നിൽക്കുന്ന നിരകളുണ്ട്. അവരെല്ലാം ചേർന്ന് ഈ ജാതിയെ സ്വീകരിച്ചതിന് നന്ദി പറയുന്നതിന് വാക്കുകളില്ല, അടയാളപ്പെടുത്താൻ സാധിക്കുന്ന മലയാളത്തിന്റെ പദങ്ങളില്ല. നിങ്ങളെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഈ സ്വീകരണ പരിപാടിക്ക് അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിപ്ലവകരമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.